ആ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് വേണം വളരാൻ. സങ്കീർത്തനക്കാരൻ പാടിയ വാക്യം നമുക്ക് മനപാഠമാ. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയണം. അപ്പോൾ തന്നെ നാം വേർപാടോടെ വിശുദ്ധിയോടെ വേണം ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സേവിപ്പാനും. കൊരിന്ത്യർക്ക് എഴുതിയ ഈ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ദൈവമക്കളുടെ വിശുദ്ധീകരണമാണ്. ഓരോ അധ്യായത്തിലും ഓരോ വിഷയങ്ങളായിട്ട് തരംതിരിച്ച് പഠിക്കാറുണ്ട്. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നാം ഈ രാത്രിയിലെ 10-ാം അധ്യായത്തിൽ നിന്നാണ് വായിച്ചിരിക്കുന്നത്. 10-ാം അധ്യായത്തിലെ വിഷയം ഒറ്റ വാക്കിൽ പഠിച്ചാൽ വിഗ്രഹാരാധനയും പിറുപിറുപ്പും. ഇത് രണ്ടും ദൈവം ഇഷ്ടപ്പെടുന്ന വിഷയമല്ല. വിഗ്രഹാരാധനയും പിറുപിറുപ്പും. ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചു. ഇതാരുടെ കാര്യമാണ് ഇവിടെ പ്രസാദിച്ചില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴ് ആയിരുന്നു. എല്ലാവരും മേഘത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പറയുന്നല്ലോ അവർ കുടിച്ചത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഭാഗം പഠിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ കാര്യമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്, വിശേഷിച്ച് പഴയ നിയമ വിശുദ്ധന്മാരുടെ കാര്യം. ഇന്ന് രാത്രി നമ്മോട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ ദൈവം പുറപ്പെടുവിച്ച് മരുഭൂമിയിലേക്ക് നടത്തിയ ഭാഗങ്ങളാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇവരെല്ലാവരും രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. നിങ്ങൾ വചനം പഠിക്കുന്നവർക്കറിയാം, കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചു എന്ന് പറഞ്ഞാൽ ഇവര് രക്ഷിക്കപ്പെട്ടു. എല്ലാവരും രക്ഷിക്കപ്പെടണം. യേശുക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇന്ന് രാത്രി ഞാൻ ശാന്തമായിട്ടായിരിക്കും തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. കാരണം നമ്മുടെ യോഗങ്ങളും മിക്കതും ബഹളവും വെപ്രാളവും ഒക്കെയാണ്. പിന്നെ ശാന്തമായിട്ട് ഈ പറയുന്ന വാക്യം ആൾക്കാർക്ക് അറിയത്തില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കരമായിരുന്നു. പുള്ളി എന്തോ പറഞ്ഞു, പുള്ളി എല്ലാം പറഞ്ഞു, ഇനി ഒന്നും പറയാൻ ഇല്ല. അത് യോഗം ഉഴപ്പുക. 2 കാര്യമേ പറഞ്ഞുള്ളെങ്കിലും അതൊക്കെ ഇരിക്കുന്നവർക്ക് മനസ്സിലാകണം. ഇരിക്കുന്നവർക്ക് മനസ്സിലാകണം. ഇത് ചിലയിടത്ത് പ്രസംഗം കേൾപ്പിക്കുകയില്ല, അതിനിടെ കിടന്ന് ബഹളമാണ്. ഇപ്പം ആത്മീക ലോകത്ത് ഒരു ബാധയാണ്. പ്രസംഗിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഇത് ഒച്ച വെച്ചുകൊണ്ടിരിക്കും. അതൊരു ഭൂതമാണ്. കാരണം ഇത് പ്രസംഗം കേൾപ്പിക്കുകയല്ല. ഇതിങ്ങനെ കുറേ പിള്ളേർ കിണകിണാന്നും വെച്ചുകൊണ്ട് ചില പാസ്റ്റർമാർക്കും അത് ഇഷ്ടമാണ്. എന്തുവാ ഈ പിന്നണി ഗായിക എന്ന് പറഞ്ഞ പോലെ. ഈ ഓർഗൻ നല്ലതാണ്, അതിന് ഞാൻ എതിരല്ല. അത് പാട്ട് പാടുമ്പോൾ ആ പാട്ടിന് യോജിച്ച നിലയിൽ അത് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവരുണ്ട്, അവരത് ചെയ്യണം. അതിന് കഴിവുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അത് ചെയ്യണം. എന്നാൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിട്ട് മൂളിക്കരുത്. അതൊരു ബാധയാണ്. ബാധ എന്ന് പറഞ്ഞാൽ ഇത് ഈ പ്രസംഗിക്കുന്നത് കേൾപ്പിക്കുകയല്ല, അതിനെ വ്യായ ഒപ്പിച്ചുകൊണ്ട് വരുന്നതാണ്. പിന്നെ ചില പാസ്റ്റർമാർക്ക് ഇതിൻ്റെ അനക്കം കേട്ടില്ലേ മെസ്സേജ് വരികേ ഇല്ല. ഇന്ന് രാത്രി ഒരു വിടുതൽ അവനെ, ഈ രാത്രി ചില വിടുതൽ അവനെ ഒരു ബാധയാണ്. എന്തിനാ ഈ പ്രസംഗിക്കുന്നേ? കർത്താവ് കർക്കശമായി പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഭൂലോക
നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി ഏല സൃഷ്ടിയോടും, ബാക്കി നിങ്ങൾ പറ, സുവിശേഷം. നന്നായിട്ട് വായിച്ച വായിക്കും. അത് വായിച്ചിട്ടടുത്ത് അത് വായിച്ചിട്ടടുത്ത കാര്യം നോക്കാം. വായിച്ചോ? നന്നായിട്ട് വായി. അപ്പൊ ഇത് നന്നായിട്ട് ഉപദേശിക്കണം. മർക്കോസിൽ വായിക്കുന്നത് പ്രസംഗിക്കണം. അപ്പൊ ഈ ഉപദേശങ്ങള് പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്തിനായി ഉപദേശിക്കുന്നത്, പ്രസംഗിക്കുന്നത്? അത് കേൾക്കാനാ. ചിലടത്ത് കേൾപ്പിക്കുകയല്ല. കാരണം അങ്ങ് ബഹളമാ. ഈ പാട്ട് പാടുമ്പോൾ നന്നായിട്ട് പാട്ട് പാടണം, കൈയടിച്ച് നൃത്തം ചെയ്തത്. ഞാൻ പറയുന്നത് എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്തോണം. ശരീരത്തിന് അതിൻ്റെ ബലവും ഓജസ്സും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് നൃത്തം, തുള്ളിച്ചാടി നൃത്തം ചെയ്യണം ആരാധനയ്ക്ക്. സ്തോത്രം. പാട്ട് പാടുമ്പോൾ നന്നായിട്ട് പാട്ട് പാടിക്കണം. കൈയടിക്കുമ്പോൾ നല്ലതുപോലെ കൈയടിച്ചോണം. ആത്മനിറവിൽ ആരാധിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കണം. നൃത്തം ചെയ്യുന്നവർ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. ഈ പ്രസംഗിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം. ചിലരെ കേൾപ്പിക്കത്തില്ല, ചുമ്മാ അടുത്തിരുന്ന് അങ്ങ് ഈ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളം ഉണ്ടാക്കും. അത് പിശാചിന്റെ വലിയ തന്ത്രമാണ്. നമ്മള് പെന്തിക്കോസുകാരോടെ പറയും സാന്നിധ്യമാണ്, ചുമ്മാതാ, ഇത് ഉഴപ്പുക. പ്രസംഗിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ അത് ഗ്രഹിക്കണം. അതെന്തിനാന്ന് ചോദിച്ചാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാറ്റേണ്ട കാര്യങ്ങളെ മാറ്റി ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ ഏറ്റെടുത്ത് ജീവിത ക്രമീകരണങ്ങൾ വരുത്തി എല്ലാറ്റിലും ഉപരി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഞാൻ മിക്കപ്പോഴും പറയും, വെളിയിൽ സുവിശേഷം പറയണം. വെളിയിൽ സുവിശേഷം. ഈ ഹാളിന് വെളിയിൽ സുവിശേഷം പറയണം. യേശുക്രിസ്തു ഏകരക്ഷകൻ, യേശുക്രിസ്തു മാത്രം ദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു മാത്രം ജീവനുള്ള ദൈവം, മറ്റൊരുത്തനിലും രക്ഷയില്ല. അത് ഹാളിന് വെളിയിൽ കർക്കശമായിട്ട് പറയണം. സഭയ്ക്കകത്ത് സുവിശേഷം പറയണ്ട. സുവിശേഷം കേട്ടല്ലോ സഭയ്ക്കകത്ത് വന്നത്. അപ്പോൾ സഭയ്ക്കകത്ത് പറയേണ്ടത് ഉപദേശമാണ്. ഉപദേശം പറയണം. നന്നായിട്ട് ഉപദേശിച്ച് പഠിപ്പിച്ച് ഇവരെ ശിഷ്യരാക്കണം. അതാ യേശു പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം ഒത്തിരി വ്യത്യാസപ്പെടുത്തി വെച്ചിരിക്കുക. സ്തോത്രം. അപ്പൊ ചിലരെ ഇത് കേൾപ്പിക്കുകയല്ല. എന്നാലും അങ്ങ് ബഹളവും ഇതെല്ലാം കൂടിയിട്ട് അങ്ങ് അലക്കുകയും. ശ്രദ്ധിച്ച് കേൾക്കണം. വചനത്തിൽ നിങ്ങളെ വായിക്കുന്നുണ്ടല്ലോ, പൗലോസ് സംസാരിച്ച വചനം ലുദിയ ശ്രദ്ധിച്ചു. അവിടെ ബഹളം. പൗലോസ് പ്രസംഗിച്ചു, തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കി. ലുദിയ ശ്രദ്ധിച്ചു കേട്ടു. അങ്ങനെ ശ്രദ്ധിച്ചു കേട്ടപ്പോൾ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അപ്പോൾ പ്രസംഗിക്കണം,
ആ പ്രസംഗിക്കുമ്പോൾ ആൾക്കാര് ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചാൽ പോരെ, ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ കേൾക്കുമ്പോൾ കർത്താവ് ഹൃദയം തുറക്കും. ഇത് പ്രസംഗിക്കത്തില്ല. ഇനി അഥവാ പ്രസംഗിച്ചാൽ കേൾക്കുകയില്ല, കേൾപ്പിക്കുകയില്ല. ഇനി അഥവാ കേട്ടാൽ തന്നെ ഹൃദയം തുറക്കുകയില്ല. പലയിടങ്ങളിലും അങ്ങനെ. ശ്രദ്ധിച്ചു കേൾക്കണം. തന്നെയല്ല, ഈ ഉപദേശമാര് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ ഞങ്ങൾ പറയുമ്പോൾ ഇത് വേദപുസ്തകത്തിൽ ഉള്ളതാണോ എന്നും കൂടെ ശ്രദ്ധിക്കണ്ടേ? അതോ പറയുന്നതിനെല്ലാം കരം ഉയർത്തി സ്തുതിച്ചാട്ടോ ഉടനെ കൈ പൊക്കുക, ഒരിക്കൽ കൂടെ പിന്നെയും കൈ പൊക്കുക, പോരാ, പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ വിശ്വാസികളെ ഞാൻ ബഹുമാനിക്കുന്നു. എൻ്റെ ഭാഷ ഈ വിഡിത്തമെല്ലാം പറഞ്ഞാൽ നിങ്ങൾ സ്തുതിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങളെ അഭിനന്ദിക്കുന്നു. സ്തോത്രം. അല്ല, ഇപ്പൊ എന്നാ ചെയ്യാനല്ലയോ, വന്നു പോയില്ലേ? ഈ ചിലരെ കൂടെ കൂടെ ഇട്ട് ആൾക്കാരെ ഇളക്കുന്ന കാണാം. നമ്മൾ പിള്ളേരെ ഇക്കിളിടുകയല്ലേ ഇങ്ങനെ. ഈ ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും നിർബന്ധിച്ചല്ല. ഇനി പുതിയ നിയമത്തിന്റെ ആരാധന എന്ന് പറഞ്ഞാൽ തന്നെ പേടിപ്പിച്ചല്ല ആരാധിക്കേണ്ടത്. നിന്നെ ദൈവം തട്ടിക്കളയും, തകർത്തുകളയും, ചില വിഷയങ്ങൾ വരുന്നുണ്ട്, നീ കർത്താവിനെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ കോടാലി വരുന്നു, അങ്ങനെയാണ് ആരാധിപ്പിക്കുന്നത്. നിന്റെ വീടിന്റെ സമീപത്ത് ബോംബ് പൊട്ടാൻ പോകുന്നു, നീ സ്തുതിച്ചില്ലെങ്കിൽ. ചില കെട്ടുകൾ ഞാൻ കാണുന്നു, നിന്നെ തട്ടിക്കളയും, ചില വിഷയങ്ങൾ കാണുന്നു, അപ്പൊ പേടി ചന്തം വിട്ട്. അത് പഴയ നിയമത്തിന്റെ ആരാധനയാണ്. ഒരു പർവ്വതത്തിൽ ഒരു മൃഗം പോലും വന്ന് സ്പർശിച്ചേക്കരുത്. കാഹളനാദം, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം, മേഘം, മുകളിൽ നിന്ന് ദൈവതേജസ്സ് ഇറങ്ങുക, പർവ്വതം മുട്ടാടിനെ പോലെ തുള്ളി. ജനമെല്ലാം പേടിച്ചു, ആ ഭാഗത്തോട്ട് അടുക്കാനൊക്കത്തില്ല. അത് പഴയ നിയമത്തിന്റെ ആരാധനയാണ്. പുതിയ നിയമത്തിന്റെ ആരാധന ഭയപ്പെടുത്തിയുള്ള ആരാധനയല്ല. ആരാധിച്ചില്ലേ രോഗം വരും, ആരാധിച്ചില്ലേ വണ്ടി ഇടിക്കും, നീ വണ്ടിയെ പോകുമ്പോൾ ഓർത്തോണം കോവിഡ് ഉണ്ട്, കോവിഡ് പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല. അവസാനം പേടിച്ച്. പുതിയ നിയമത്തിന്റെ ആരാധന പേടിച്ചുള്ള ആരാധനയല്ല. പുതിയ നിയമത്തിന്റെ ആരാധന നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു ക്രിസ്തു, അവിടുത്തെ തിരുരക്തം നമുക്ക് വേണ്ടി ചിന്തി, അവിടുത്തെ തിരുശരീരം നമുക്കായി നുറുക്കപ്പെട്ടു. ഞാൻ നിങ്ങൾ അനുഭവിക്കേണ്ട വ്യതകൾ, പങ്കപ്പാടുകൾ, പീഡകൾ അവിടുന്ന് നമുക്ക് വേണ്ടി സഹിച്ചു. ഞാൻ മിക്കപ്പോഴും പറയും, നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്, അല്പം മുമ്പോട്ട് കയറി പറയുകയാ, ഞാൻ നിങ്ങളും കർത്താവിൽ നിദ്ര പ്രാപിച്ചെന്ന് കരുതുക. അതല്ലെങ്കിൽ ഇന്ന് രാത്രി യേശു വരികെന്ന് വിചാരിക്കുക. നമുക്ക് മുന്നമേ നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാർ തേജസ്സിന്റെ ശരീരം പ്രാപിച്ചുയർക്കും. നാം ഇന്ന് രാത്രി ആ പ്രമാണത്തിലാണ് നിൽക്കുന്നെങ്കിൽ നമുക്ക് രൂപാന്തരം ഉണ്ടാകും. ഒരു പുത്തൻ ശരീരം എനിക്ക് നിങ്ങൾക്ക് ലഭിക്കും. യാതൊരു പാടുകളില്ലാത്ത, പരിക്കില്ലാത്ത, യാതൊരു കുഴപ്പമില്ലാത്തൊരു പുത്തൻ ശരീരം. ഞാൻ നിങ്ങളുമെല്ലാം പുതുപുത്തൻ ശരീരം പ്രാപിച്ച്, തേജസ്സിന്റെ ശരീരം പ്രാപിച്ച്, ഈ മൺമയമായ ഇത് മാറി വിൺമയമായ ശരീരം പ്രാപിച്ച്, തേജസ് പ്രാപിച്ച് ഭൂത തുല്യരായി നാം രൂപാന്തരപ്പെട്ട് തേജസ് പ്രാപിച്ച് അങ്ങ് ചെല്ലുമ്പോൾ യാതൊരു പാടും പരിക്കുമില്ലാത്ത ഒരു ശരീരത്തോടെ അങ്ങ് ചെല്ലുമ്പോഴും അവിടെ നമുക്ക് വേണ്ടി പാടുകളേറ്റ പാണികളുമായി ഒരുവൻ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെയും നിന്റെയും പാടും കേടും മാറ്റാനാ അവിടുന്ന് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു. സ്തോത്രം. അതുകൊണ്ടല്ലേ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ എൻ്റെ കയ്യും കാലും നോക്ക്.
ആ കൈകളിലേക്കും കാലുകളിലേക്കും നോക്കിയാൽ ഇപ്പോഴും പാടുണ്ട്. നമ്മൾ പാട് കൂടാതെ അങ്ങ് ചെല്ലുമ്പോൾ പാടുമായിട്ട് ഒരുവൻ അവിടെ നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുക. അങ്ങനെയുള്ള ആ ദൈവപുത്രനെ പറ്റി ഓർക്കുമ്പോൾ, അവിടുത്തെ സ്നേഹത്തെ പറ്റി ഓർക്കുമ്പോൾ തന്നെ സ്തോത്രം പറയും, തന്നെ ദൈവത്തെ സ്തുതിക്കും. അതിനാരും നിർബന്ധിക്കൊന്നും വേണ്ട, ആര് സമ്മർദ്ദം ഒന്നും ചെലുത്തണ്ട. ഇനി ആരെങ്കിലും സ്തുതിക്കണ്ടെന്ന് പറഞ്ഞാലും ഈ സ്നേഹം ഓർത്താൽ നമ്മൾ സ്തുതിക്കും. ആരാധിക്കണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആരാധിക്കും. ദൈവത്തിന് മഹത്വം. അവിടുത്തെ സ്നേഹം അത്രയ്ക്ക് വലുതാ. ബേത്ലഹേം പുനി മുതൽ കാൽവറി കുരിശോളം, ബേത്ലഹേം പുനി മുതൽ കാൽവറി കുരിശോളം, വേദനപ്പെട്ടു മമ വേദനയകറ്റിയ, വേദനപ്പെട്ടു മമ വേദന അകറ്റിയ ശ്രീയേശുനാഥ നിൻ സ്നേഹം സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടി താരയിൽ വന്ന, തേടി തരയിൽ വന്ന ശ്രീയേശുനാഥ നിൻ സ്നേഹം. ഒടുവിലൊരിക്കൽ നിൻ അരികിലാണേയും ഞാൻ, ഒടുവിലൊരിക്കൽ നിൻ അരികിലാണേയും ഞാൻ, അവിടെയും പാടും നിന്നതിശയ സ്നേഹത്തെ, അവിടെയും പാടും നിൻ അതിശയ സ്നേഹത്തെ. ശ്രീയേശുനാഥ നിൻ സ്നേഹം സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടി തരയിൽ വന്ന, തേടി തരയിൽ വന്ന ശ്രീയേശുനാഥ സ്നേഹം സ്വർഗമോടി വെടിഞ്ഞു എന്നെ തേടി തരയിൽ വന്ന, തേടി തരയിൽ വന്ന ശ്രീയേശുനാഥ നിൻ സ്നേഹം. ശ്രദ്ധിക്കുക, പുതിയ നിയമത്തിന്റെ ആരാധന ഭയത്തിന്റെ ആരാധനയല്ല, ഇത് സ്നേഹത്തിന്റെ ആരാധന. ദൈവപുത്രനെ പറ്റി ഓർത്ത് ധ്യാനിച്ച് അവിടുന്ന് നമുക്ക് വേണ്ടി ജീവനെ തന്ന് പ്രാണനെ തന്ന് നമുക്ക് വേണ്ടി പങ്കപ്പാടുകൾ സഹിച്ചത് ഓർക്കുമ്പോൾ ഓർത്തോർത്ത് നമ്മൾ സ്തോത്രം ചെയ്യും. അതാ പുതിയ നിയമത്തിന്റെ ആരാധന. ആട്ടെ, ഇടയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം വിഗ്രഹാരാധനയും പിറുപിറുപ്പും. അപ്പൊ അതിനോട് ബന്ധപ്പെട്ടാണ് 5-ാം വാക്യം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇതാരുടെ കാര്യമാണെന്ന് 10-1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും. ഇസ്രായേൽ ജനതയുടെ കാര്യമാണ്. ഇവരുടെ പ്രത്യേകത ഒന്ന്, ഇവരെല്ലാവരും രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. ഒരു കുഞ്ഞാടിനെ അറുത്ത് ഇവർ ചോരത്തുള്ളി ആചരിച്ചു. അത് യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിന് നിഴലായിട്ട് നിൽക്കും. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ പള്ളിയുടെ അടുത്ത് വീട് വെച്ചത് കൊണ്ടോ കുരിശൻ തൊട്ടിക്ക് സ്ഥലം കൊടുത്തത് കൊണ്ടോ വീട്ടിൽ അച്ഛനോ കന്യാസ്ത്രീയോ മെത്രാച്ചൻ ബന്ധത്തിലുള്ളത് കൊണ്ടോ പാസ്റ്റർ ഉള്ളത് കൊണ്ടോ മൂപ്പനുള്ളത് കൊണ്ടോ സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉത്സാഹത്തോടെ നടന്നത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം.
ഞാൻ ഇന്ന് രാത്രി വളരെ ലളിതമായിട്ട് ശാന്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇന്ന് രാത്രി പറയുന്നത്. മിക്കപ്പോഴും ഞാൻ അങ്ങനെ പറയുന്നത്. സ്തോത്രം. അല്ലാതെ ഞാൻ പോയി കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, ഭയങ്കരമായിരുന്നു, പുള്ളി എന്തുവാ പറഞ്ഞു, പുള്ളി അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ എന്നാൽ എല്ലാം രണ്ട് കാര്യമുള്ളതിലും പറയണം, മനസ്സിലാക്കണം. അപ്പൊ രക്ഷിക്കപ്പെടുക, എല്ലാവരും രക്ഷിക്കപ്പെടണം. കുരിശ് വരച്ചത് കൊണ്ടോ, കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിച്ചത് കൊണ്ടോ, മുട്ടയിലടഞ്ഞത് കൊണ്ടോ, ചെരുപ്പിടാതെ നടന്നത് കൊണ്ടോ, പ്രത്യേക ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആളെ കൂട്ടി പോയത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോവുകയില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവം വെച്ച വ്യവസ്ഥയാണ് രക്ഷിക്കപ്പെടണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. അതാണ് ഈ കുഞ്ഞാടിനെ അറുത്ത് ചോരത്തിൽ ആചരിച്ചതിന് അത് നിഴല, അതിന്റെ പൊരുള് രക്ഷ എന്ന് പറയുന്നത്. രണ്ട്, അവരെല്ലാം ചെങ്കടല് കടന്നവരാ, അത് സ്നാനം. എല്ലാവരും സ്നാനപ്പെടും, എല്ലാവരും സ്നാനപ്പെടണം. സ്നാനപ്പെടുത്തുകയും അങ്ങനെ. അത് വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനമാണ് ദൈവം വെച്ച വ്യവസ്ഥ പ്രകാരമുള്ള സ്നാനം. അല്ലാത്തതൊന്നും സ്നാനമല്ല. അല്ലാത്തതെല്ലാം കുളിച്ചും ദേഹം നനച്ചും പോകുന്നതല്ലാതെ അതൊന്നും സ്നാനമല്ല. സ്നാനം ദൈവം വെച്ചത് സ്നാപകനും സ്നാനാർത്ഥിയും വെള്ളത്തിൽ ഇറങ്ങണം. സ്നാപകൻ സ്നാനാർത്ഥിയെ വെള്ളത്തിൽ മുക്കണം. തലയെ കുടഞ്ഞാൽ പോരാ, ഇങ്ങനെ തൂത്ത് മെഴുക്കിയെടുത്താൽ പോരാ, വെള്ളമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാണിച്ചാൽ പോരാ, വെള്ളത്തിൽ മുങ്ങണം. അതാണ് ദൈവം വെച്ച വ്യവസ്ഥ. ആ വിഷയത്തിൽ ഡൗട്ട് വരാതിരിക്കാൻ യേശു കാണിച്ചു തന്നു. ഇങ്ങനെ മുങ്ങുന്നു. യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ യേശു സ്നാനമേറ്റു. വെള്ളത്തിൽ ഇറങ്ങി, വെള്ളത്തിൽ നിന്ന് കയറി, അങ്ങനെയൊക്കെയുള്ള പ്രയോഗമാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് ശരിയായ സ്നാനം. ഇത് പെന്തിക്കോസുകാര് കണ്ടുപിടിച്ച സ്നാനമല്ല. ഈ അടുത്ത കാലത്ത് ആണെന്ന് തോന്നുന്നത്, കണ്ടതുകൊണ്ടാ, ഒരു പുരോഹിതൻ അപ്പം ഈ രൂപങ്ങൾ വെക്കാമോ, അന്ത്രയോസിന്റെ രൂപം, പിന്നെ മറിയയുടെ രൂപം, തിരുസ്വരൂപം, അങ്ങനെയൊക്കെ പല രൂപങ്ങളുണ്ട്, അത് വെക്കാമോ? അപ്പോൾ പുള്ളി തന്നെ വായിച്ചു, നിങ്ങൾ രൂപമൊന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പം രൂപം കാണാത്തവർ രൂപം വെക്കണ്ട. അപ്പോൾ പുള്ളിയുടെ വ്യാഖ്യാനമാണ്, സ്തോത്രം, ഇപ്പോഴത്തെ സഭ 100 വർഷമായ സഭക്കാർ രൂപം കണ്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ രൂപം വെക്കണ്ട. ഞങ്ങൾ 2000 കൊല്ലം കഴിഞ്ഞ സഭയാ, അതുകൊണ്ട് ഞങ്ങൾ രൂപം അങ്ങനെയുണ്ട്. ഈ വെടലേനെയൊക്കെ എന്നാ ചെയ്യണമെന്നാണ്. പിന്നെ നമ്മൾ ഇതിനോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ല, നമുക്ക് പ്രാർത്ഥിക്കാം. ഏറൊന്നിന്റെ ഒരു രൂപവും സ്തംഭവും ഒന്നും നാട്ടി വഷളത്വം പ്രവർത്തിക്കരുതെന്നാണ്. ദൈവത്തെ ആരും ഒരു നാളും ഒന്ന് കാണാനൊക്കത്തില്ല. നമ്മൾ വരച്ചാൽ ആ വരപ്രകാരമുള്ള ആളല്ല ദൈവം. ഭൂമിയിൽ ഒരു വ്യക്തി വരച്ചാലും ഒക്കത്തില്ല. അവിടുന്ന് തേജോമയനാ. അപ്പൊ എല്ലാവരും വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു. അതാണ് അവര് മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയുന്നല്ലോ അവർ കുടിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, ആത്മസ്നാനം പ്രാപിച്ച്, തിരുമേശയിലുമൊക്കെ പങ്കുചേർന്ന് കൂട്ടായ്മ ആചരിച്ച് ഇവര് മുൻപോട്ട് വന്നതാ. പക്ഷെ ഇവരെ പറ്റി കൊരിന്തി ലേഖനത്തിൽ പൗലോസ് പറയുക, ഈ അനുഭവത്തിലൊക്കെ വന്നെങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചു. ഞാൻ പറയാറുണ്ട്, ദൈവം പ്രസാദിക്കണമെങ്കിൽ അതിനൊത്തിരി വില കൊടുക്കണം. പെന്തിക്കോസി വന്നത് കൊണ്ടൊന്നും ദൈവം പ്രസാദിക്കണമെന്നില്ല. സ്തോത്രം. ഉറക്ക കൈയടിച്ചു, ശബ്ദമുയർത്തി ഹല്ലേലൂയ പാടി, അത് തെറ്റാന്നല്ല, വളരെ നല്ലതാ. അതുകൊണ്ട് ദൈവം പ്രസാദിക്കണമെന്നില്ല. നമ്മളെക്കാൾ നന്നായിട്ട് ഹല്ലേലൂയ പറയുന്ന ഗ്രൂപ്പുകാരുണ്ട്, ഇല്ലേ?
നമ്മൾ 2 കല്ലേലിയ പറഞ്ഞിട്ട് ഇപ്പം അണച്ചിരിക്കുക. വയ്യ നമുക്ക്. നമ്മളെക്കാൾ നന്നായിട്ട് മുറുക്ക കൈയടിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? പറ. ഉണ്ട്. നമ്മളെയൊക്കെ നന്നായിട്ട് ചാടുന്ന ആൾക്കാരുണ്ട്. എവിടാന്ന് ഇപ്പം എന്നോട് ചോദിക്കരുത്. പ്രത്യേക സീസണ് നിങ്ങൾ പോയപ്പോൾ എന്തോ ശബ്ദവും ചാട്ടവുമാ. ചില സ്ഥലത്തൂടെ പോകണമെന്നേ ഉള്ളൂ. നമ്മളെയൊക്കെ നന്നായിട്ട് അവരാന്ന് അവിടുന്ന് തുള്ളി ഇവിടെ വന്ന് പിന്നെ ഇതിലേ കൂടെ കയറി തുള്ളി നമ്മളന്ന് 2 തുള്ളി വെച്ച് പാണ്ടാനങ്ങാൻ മേലായിരിക്കും നാട്ടില്ലേ. അത് നിങ്ങൾ അവിടെ പോലെ തുള്ളി അതിനടി നല്ല നമ്മുടെ താളം പോലെ ഒന്നും അല്ല, നല്ല താളത്തിൽ അടിച്ച് തുള്ളി അതിലേ കൂടെ കയറി വേറെ സ്ഥലം വഴി കയറി പിന്നെയും തുള്ളി ഇപ്പറേ കൂടെ കയറി പിന്നെ അപ്പം ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് തുള്ളി മറ്റേ ഗ്രൂപ്പ് എന്തോ നമ്മൾ ആ കൂടെ 2 തുള്ളി വെച്ച് 2 കുപ്പി വെള്ളം കുടിച്ച് ഇപ്പം പമ്മിയിരിക്കുക. വാക്യം പോലും വായിക്കാനുള്ള കെൽപ്പില്ല. അടിച്ച് മിന്നി തുള്ളുക. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, ഈ അനുഭവത്തിൽ കൂടി എല്ലാം ഇവർ കടന്നുപോയി. പക്ഷേ ദൈവം പ്രസാദിച്ചില്ല. ഇവരെ രക്ഷിക്കപ്പെട്ടു, നല്ല കാര്യം. സ്നാനപ്പെട്ടു, വളരെ നല്ലത്. അഭിഷേകം പ്രാപിച്ചു, വളരെ നല്ല കാര്യം. കൂട്ടായ്മയിലൊക്കെ വന്നു. പക്ഷെ ദൈവം പ്രസാദിച്ചില്ല. ദൈവം പ്രസാദിക്കണമെങ്കിൽ അതിന് നല്ല വില കൊടുക്കണം. കർത്താവിന്റെ ആ ജീവിതത്തെ നിങ്ങളൊന്ന് പരിശോധിച്ചേ. സാധാരണഗതിയിലെ കണക്ക് പ്രകാരം 3.5 വർഷം അവിടുന്ന് ശുശ്രൂഷകൾ ഈ ഭൂമിയിൽ ചെയ്തു. കാരണം 30-ാമത്തെ വയസ്സിൽ അവിടുന്ന് സ്നാനപ്പെട്ടു, ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു. അപ്പോൾ 30-ാമത്തെ വയസ്സിലായി ശുശ്രൂഷ ആരംഭിക്കുന്നത്. അപ്പം സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവന്ന പോലെ. അപ്പൊ അന്നേരം ഒരു ശബ്ദം കേട്ടു. എന്തുവാ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പം ന്യായമായ ഒരു ചിന്ത, 12-ാമത്തെ വയസ്സിൽ ദൈവാലയത്തിൽ ചെന്നു. അപ്പനും അമ്മയും ഉണ്ടെന്നോർ കൂട്ടത്തിലുണ്ടെന്നോർ തിരിച്ചു പോന്നു. ഒടുവിൽ കണ്ടില്ല, തിരിച്ചു ചെന്നു. അപ്പോൾ ദൈവാലയത്തിൽ ശാസ്ത്രിമാരുടെയും ഒക്കെ നടുവിലിരിക്കുക. അവര് പറയുന്നത് കേൾക്കുന്നു, അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നു. നമ്മൾ ആ ഭാഗം പഠിച്ചു വരുമ്പോൾ പിന്നീട് വായിക്കുന്നത്, യേശു മാതാപിതാക്കളുടെ കൂടെ വന്ന് വീട്ടിൽ വന്ന് നസറത്തിൽ വന്നവർക്ക് കീഴ. ഇത് എത്രാമത്തെ വയസ്സിലാ? ഉറക്കെ പറ. 12-ാമത്തെ വയസ്സ്. 30-ാമത്തെ വയസ്സിലാ സ്നാനപ്പെടുന്നത്. അപ്പൊ ഈ 12-നും 30-നും ഇടയ്ക്ക് അപ്പൊ എത്ര വയസ്സായി? എത്ര വർഷം? 18. 18-നും 2 20-ഉം 10-ഉം 30. പെട്ടെന്ന് പറഞ്ഞല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. മോളേതാ ഈ സഭയില്? ആട്ടെന്നാലും മിടുക്കി. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ 18 വർഷം. ഞാൻ ന്യായമായ ഒരു കണക്ക് തരിക. ഈ 18 വർഷത്തെ ജീവിതം അവിടത്തേക്ക് വളരെ പ്രസാദമുള്ളതായിരുന്നു. 18 വർഷവും. ഞാനും നിങ്ങളും ഈ പെന്തിക്കോസ് വന്നിട്ട് എത്ര വർഷമായി? 2 ആയവരുണ്ട്, ഒരു വർഷമായവരുണ്ട്, 2 വർഷം, 5 വർഷം, 5 വർഷക്കാർ വല്ലവരും ഉണ്ടോ? 10 വർഷക്കാര്? ഈ സമയത്ത് ആരുമില്ലേ? ഞാൻ ഓരോരുത്തരോട് ചോദിക്കാം, എത്ര വർഷമായി പെന്തിക്കോസ് വന്നിട്ട്? കുനിഞ്ഞിരുന്നാ ചോദിക്കാലെന്ന് ഓർത്താണോ? 11. നാണക്കേട് എന്നാ പറയാൻ. എത്ര? 28, 27. അപ്പം 5ഉം 10ഉം അല്ല, 28, 30, 27 ഒക്കെ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ ഇതുവരെ നിലനിർത്തിയല്ലോ. ദൈവത്തിന് മഹത്വം.
28 വർഷവും അല്ലെ 25 വർഷം അല്ലെ 10 വർഷം അല്ലെ 5 വർഷം ദൈവത്തിന് പ്രസാദമുള്ള നിലയിലാണോ നമ്മൾ ജീവിച്ചത്? പറയൊന്നും വേണ്ട, തന്നെത്താൻ ശോധന ചെയ്താൽ മതി. അക്ഷരം മിണ്ടരുത്. നിങ്ങൾ കല്യാണത്തിന് വേണ്ടി ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ നിങ്ങൾ ഇതുവരെ മിണ്ടാതിരിക്കല്ലായിരുന്നു. ഇനി തുടർന്നില്ലെങ്കിൽ അങ്ങനില്ല. നിങ്ങൾ സ്തുതിച്ചില്ലേലും ദൂത്, കാരണം ദൂതുമായിട്ടാണ് ഞാൻ വന്നത്. സ്തോത്രം. ചില പാസ്റ്റർമാർ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ തയ്യക്കാരൻ നിൽക്കും പോലെ നിൽക്കുക. സ്തോത്രം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ദൈവത്തിന് ഇത് പ്രാർത്ഥിച്ച് ദൂതൊക്കെ ദൈവം തന്ന ദൂതുകളുണ്ട്. അപ്പം നിങ്ങൾ ശാന്തമായിട്ടിരുന്നാലും ദൂത് വരും. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞോ, ഞാൻ അതിനെതിരുമല്ല. നിങ്ങൾ ചിന്തിക്കുക, അയ്യോ അയാൾക്ക് സ്തോത്രം ഒന്നും പറയുന്ന ഇഷ്ടമുള്ളവനല്ലെന്നാ തോന്നുന്നു, മിണ്ട നമുക്ക് വീട്ടിലെങ്ങാനും. അതൊന്നുമില്ല. നിങ്ങൾക്ക് പറയണേ നിർബന്ധിപ്പിക്കത്തില്ല. നിങ്ങൾക്ക് ഇരിക്കുന്നവർക്ക് എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്യണമെങ്കിൽ ദൈവാത്മ പ്രേരിതനാണെങ്കിൽ ഞാൻ അതിനെ അനുകൂലിക്കുന്നു. പ്രേരണ എനിക്കുണ്ടെങ്കിൽ ഞാനിവിടെ നൃത്തം ചെയ്യും. പക്ഷെ ആർട്ടിഫിഷ്യലായിട്ടൊന്നും അത് വേണ്ട. അന്യാക്കി നീ ഒന്നും കത്തിക്കരുത്. ശരിയായ തീ നല്ലതുപോലെ കത്തണം. സ്തോത്രം. പിള്ളേരുടെ ഭാഷ പറഞ്ഞ കണ്ടമാനെ ഇളക്ക് തോന്നും. ഇളക്കുന്നവരെയെല്ലാം കേറ്ററിംഗുകാർക്കാണ് ഇഷ്ടം. അവിടെ ഒത്തിരി സാധനം ഇളക്കാനുള്ളത്. അവിടെ നമ്മൾ മര്യാദയ്ക്ക് ഇരുന്ന് വചനം കേൾക്കുക. പിന്നെ വചനം കേൾക്കുമ്പം നൃത്തം ചെയ്യണേ, നൃത്തം ചെയ്തോണം. നമ്മുടെ കർത്താവ് ആദ്യത്തെ ക്രിസ്തുവേശു 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ നിന്ന് വന്ന അമ്മയപ്പന്മാർക്ക് 12ാം വയസ്സിൽ യേശുവേ നീ നിന്റെ തന്തതല്ലയോടൊരുമി ചീജാഗേകം. 12ാം വയസ്സിൽ യേശുവേ നീ നിന്റെ തന്തതല്ലയോടൊരുമി ചീജാഗേകം. പ്രതിപാദിച്ച വീട് കണ്ട ജാത്രി വൈര്യരോട് ധർമ്മഭാഷണം നടത്തിയേ. മോദിച്ചും നീസിയോൻ മനവാളനെ ശ്രീ നരപതിയെ സിയോൻ മനവാളനെ നാശപാത്രമായ ലോകം ആകെയുദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മനവാളനെ ശ്രീ നരപതിയെ സിയോൻ മനവാളനെ. അപ്പൊ ശ്രദ്ധിക്കുക, ആ 12ാമത്തെ വയസ്സിൽ വീട്ടിൽ വന്ന അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി 30ാമത്തെ വയസ്സിൽ സ്നാനം പറ്റും. അതുവരെ വീട്ടിലുണ്ടായിരുന്നു. വീടിനോട് ബന്ധപ്പെട്ട ഇന്ത്യയിലും വന്നില്ല, കാശ്മീരിലും വന്നില്ല. ഇവിടെ വന്ന ആയോധനകലയും പഠിച്ചില്ല, ആയുർവേദവും പഠിച്ചില്ല. ഒന്നും പഠിക്കേണ്ട കാര്യം യേശുവിനില്ല. അവിടുന്ന് സകലതും അറിയാവുന്നവനാ. ഇവിടെ കോട്ടയ്ക്ക വൈദ്യശാല യേശു വന്നില്ല, അമ്പ ആയുർവേദ വൈദ്യശാലയിലും വന്നില്ല, കാശ്മീർ വഴി കറങ്ങി നടന്നില്ല, ലഡാക്ക് വഴി ചാടി ഇങ്ങോട്ട് കയറിയില്ല. യേശു അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഉണ്ടെന്നുള്ളതിന് ഒരു തെളിവാണ് പതിവ് പോലെ പള്ളിയിൽ ചെന്നെന്ന്. അതിനിടയ്ക്ക് അങ്ങനെ കാശ്മീരിലോട്ട് വരുന്നേ പതിവ് പോലെ. ഇന്നായിരുന്നു നമുക്ക് എന്തൊക്കെയാ രാവിലത്തെ ഫ്ലൈറ്റിന് വന്ന് വെച്ച് പുള്ളി ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് അന്ന് അത് നോക്കുകയല്ല. സ്തോത്രം. തന്നില് അതിന് ഭാഗത്തേക്ക് പോകുന്നില്ല. യേശു അവിടെ തന്നെ ഉണ്ടായിരുന്നു, പലസ്തീനിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ജീവിക്കുമ്പോൾ മോൾ ആ കണക്ക് പറഞ്ഞല്ലോ, 18 കൊല്ലം. ആ 18 കൊല്ലത്തെ ജീവിതത്തിന്റെ പൂർത്തീകരണത്തിൽ ആ സ്നാനപ്പെടുന്നത്. അന്നേരം സ്വർഗം പറയാ പ്രസാദിച്ചിരിക്കുന്നെന്ന് എന്ന് പറഞ്ഞാൽ 18 കൊല്ലവും ദൈവത്തിന് പ്രസാദമുള്ള ജീവിതമാണ് നടത്തിയത്. നമ്മള് കോളേജിൽ 3 കൊല്ലം പഠിച്ചത് ഇപ്പൊ പറയാതിരിക്കുന്നതാ
ബാംഗ്ലൂർ പോയി പഠിച്ചതും ട്രിച്ചി പോയതും ഉപരിപഠനത്തിന് പോയി പഠിച്ച സമയത്ത് ചരിത്രമൊന്നും നിങ്ങൾക്കൊന്നും അറിയാൻ മേല. അല്ല, ആ സമയത്തും ദൈവത്തിന് പ്രസാദമായിരുന്നോ? ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ദൈവത്തിന് പ്രസാദമായിരുന്നോ? കുടുംബജീവനം നയിച്ചുകൊണ്ടിരുന്നപ്പോഴും ദൈവത്തിന് പ്രസാദമായിരുന്നോ? അവിടുന്ന് ആ 18 കൊല്ലത്ത്, ഞാൻ അതിന്റെ 12 വയസ്സ് വരെയുള്ളത് ഇപ്പൊ പറയുന്നില്ല, 12 മുതൽ 30 വരെ ആ 18 വർഷം സ്വർഗം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്നത് മുഴുവൻ അവിടത്തേക്ക് പ്രസാദമുള്ളതാ. ഇനി അതിനകത്ത് വേറെ ഒരു പാഠം, ഈ 18 വർഷവും മാതാപിതാക്കളെ സഹായിക്കുകയും കൂടായിരുന്നു. ഇവരത്ര സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമല്ല, അതുകൊണ്ടാണല്ലോ കുറുപ്രാവുമായിട്ട് ചെന്നത്, പ്രാവിന്റെ കുഞ്ഞുമായിട്ട് ആശാരിപ്പണിയ. ഈ 18 കൊല്ലവും ഔസേപ്പിന്റെ കൂടെ അദ്ദേഹത്തെ, അത് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം, മാതാപിതാക്കൾക്ക് ഹെൽപ്പായിരുന്നു. അല്ല, ദൈവം വിളിച്ചെന്നും പറഞ്ഞ് അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ വാടി നമുക്ക് കർത്താവിന്റെ വേല ചെയ്യാം. അപ്പൻ എന്ത് ചെയ്യാം? അപ്പൻ അനാഥാലയം കിടപ്പുണ്ട്, അവിടെ കിടക്കട്ടെ, നമ്മളെ കർത്താവ് വിളിച്ചതാ. അമ്മ എന്ത് ചെയ്യാം? അമ്മ വൃദ്ധസദനത്തിൽ കിടപ്പുണ്ട്, അവിടെ കിടക്കട്ടെ, നമുക്ക് ഒരു പാട്ടും പാടി പോകുക നാം പോർവീരരായി. അപ്പനും അമ്മ അനാശാലയിലുണ്ട്. അതല്ലായിരുന്നു ജീവിതം. അപ്പൊ ഈ 18 വർഷവും മാതാപിതാക്കൾക്ക് കീഴടങ്ങി അവിടെ നിന്ന് അവരെയും കൂടെ ഹെൽപ്പ് ചെയ്യുക, അതെല്ലാം കൂടെ കണക്കിലെടുത്ത ആ കർത്താവ് പറഞ്ഞത്, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്തോത്രം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത് കേട്ടോ. നിങ്ങൾ ചിന്തിക്കരുത്, പകൽ അയാൾ അങ്ങോട്ടെല്ലാം പോയി നടന്നു വെച്ച് രാത്രി വന്നു വെച്ച് ഞങ്ങളെ പകല് വരികയായിരുന്നേലും ഇതൊക്കെ തന്നെ പറയുള്ളൂ. സ്തോത്രം. ഈ പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് മാത്രമല്ല, ഞങ്ങളോടും കൂടെ. പഴയ ഉപദേശിമാരെല്ലാം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ കൂടെ പറയുന്നുണ്ട്. ഇങ്ങനല്ലേ ചൂണ്ടുന്നേ? ഞാൻ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഒന്നുകൂടെ അങ്ങ് ആവർത്തിക്കുക. ഇങ്ങനെ സൂസമ്മയെ നിന്നെ വേവിച്ചാ നിന്നെ എന്ന് പറയുമ്പം 3 പേരിൽ എൻ്റെ നെഞ്ചിന് നേരെ, അനീഷയെ നിന്നെ, നിങ്ങൾക്ക് ഒന്നേ ഉള്ളു, എനിക്ക് 3 പേരില് 1 പേരില് ദൈവം സാക്ഷി. ഇതിനൊക്കെ ദൈവം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കടുപ്പിച്ചു നോക്കരുത്, എന്നോടും കൂടെ ഇത്. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ. ആട്ടെ, ചിലരുടെ മുഖഭാവം കണ്ടിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അവർക്ക് വലിയ താല്പര്യം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ചിലർക്ക് ഈ വിടുതലാണ് ഇഷ്ടം. രാത്രി വിറപ്പിച്ച് പറയില്ലേ, വൈബ്രേഷനില്ലേ, അവർക്ക് അതാ ഇഷ്ടം. ഇന്നിപ്പം എന്നെ കൊണ്ടത് നോക്കുകയില്ല. ഇനി ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാകുകയില്ല. ഇനി 30-ാമത്തെ വയസ്സ് സ്നാനമേറ്റു, യേശു ശുശ്രൂഷ തുടങ്ങി. ശുശ്രൂഷ കണക്കെല്ലാം കൂടെ ചേർത്ത് പഠിച്ചില്ല, ഏതാണ്ട് 3.5 കൊല്ലം. ആ 3.5 കൊല്ലത്തെ ശുശ്രൂഷകളെല്ലാം ഏതാണ്ട് പര്യവസാനിച്ച്, പിതാവ് ഏൽപ്പിച്ച കാര്യമെല്ലാം പര്യവസാനിപ്പിച്ച് തികച്ച് ഒടുവിൽ കഷ്ടാനുഭവങ്ങളിൽ കൂടി കടക്കാൻ പോകുകയാണ്. ആ സന്ദർഭത്തിൽ അവിടുന്ന് പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഇടിയുണ്ടായി, ഒരു ശബ്ദം. എന്തുവാ? ഇവന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ.
12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ 18 കൊല്ലം അവിടത്തേക്ക് പ്രസാദമാണെന്ന് സാക്ഷിച്ചു. അതിനുശേഷം 30-ാം വയസ്സ് മുതൽ 33 തിരുവയസ്സിൽ അവിടുന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. ആ 3.5 കൊല്ലത്തെ ജീവിതവും അവിടുന്ന് പറയാ പ്രസാദമായിരുന്നെന്ന്. ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം. ദൈവം നമ്മെ കുറിച്ച് അതാ ഉദ്ദേശിക്കുന്നത്. പ്രസാദിപ്പിക്കാനല്ല, ഭർത്താവിനെ പ്രസാദിപ്പിക്കാനല്ല, ഭാര്യയെ പ്രസാദിപ്പിക്കാനല്ല, മക്കളെ മാതാപിതാക്കളെ അവർ വേണ്ടെന്നല്ല, അവരോട് നല്ല രീതി ഇടപെടരുതെന്നും അല്ല വിധം. ദൈവത്തിന് പ്രസാദം വരുന്ന ജീവിതം. അതെ, അധികം വിവരിക്കുന്നില്ല. ഇവിടെ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇവർ രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ, ആത്മസ്നാനം പ്രാപിച്ചവരാ, അപ്പം തിന്നവരാ, മോശയോട് ചേർന്നവരാ, മരുഭൂമിയിൽ പ്രയാണം ചെയ്തവരാ, മേഘത്തിന്റെ തണലിൽ ആയിരുന്നവരാ, അഗ്നിസ്തംഭത്തിന്റെ പ്രഭ അനുഭവിച്ചവരാ. പക്ഷെ അവരെ പറ്റി പറയുക ദൈവം പ്രസാദിച്ചില്ലെന്ന്. എന്താ ഇവര് ദൈവം പ്രസാദിക്കാതിരുന്നതിന്റെ കാരണം? അത് ആ ഭാഗത്ത് തന്നെ ഒരു 3-4 കാരണം പൗലോസ് പരാമർശിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന്, ഇവർക്ക് ദുർമോഹം. 6-ാം വാക്യം വായിച്ചേ. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മിൽ പ്രസാദിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ദുർമോഹങ്ങൾ ഉണ്ടാകരുത്. ദുർമോഹങ്ങള്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു. ഈ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. ഞാൻ വിവരിക്കുന്നില്ല. ദൈവമക്കളുടെ അകത്ത് ആവശ്യമില്ലാത്ത മോഹങ്ങൾ, ദുർമോഹങ്ങൾ കടന്നുകൂടരുത്. പൗലോസ് പറയുക, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന ഉയർച്ചകൾ, വിചാരങ്ങൾ, വികാരത്തെ പിടിച്ചടക്കണം. നമ്മുടെ ഈ കണ്ണ് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഭയങ്കര താല്പര്യം ഉണ്ടാക്കുന്ന കണ്ണാ. അതെ, ഈ ജവളിക്കടയുടെ മുന്നിൽ കൂടെ ചുമ്മാ പോയാൽ മതി, ചാടി അതിനകത്ത് കയറും. അവർ വേറെ കാര്യത്തിന് പോവാ, എന്നാലും ഭർത്താവും ഭാര്യയും വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഒന്നേ ആടി, ഭർത്താവ് വീട്ടുകാരൻ അങ്ങനെ ആടി, നീ അത് വളരെ ശ്രദ്ധിക്കണം. നോക്കിയപ്പോൾ കാണുന്നില്ല, നോക്കിയപ്പം അവർ കടയിൽ കയറി തുണി തിരുമ്മി നിൽക്കുന്നു. കോട്ടനാന്നോ എന്തുവാ വിലയെന്ന്. അത് കുറ്റമായിട്ട് ഞാൻ പറയല്ല, ഈ കണ്ണങ്ങനത്തതാണ്. ഒത്തിരി മോഹങ്ങൾ വർദ്ധിപ്പിക്കും. ദൈവമക്കൾ ഇങ്ങനെയുള്ള മോഹങ്ങളെ, ആഗ്രഹങ്ങളെ, അഭിലാഷങ്ങളെ പിടിച്ചടക്കണം. ഈ മോഹം കണ്ടമാനം അകത്തോട്ട് കയറിയാൽ നമുക്ക് സ്വസ്ഥത കിട്ടും. ചില പറയത്തില്ല ഒരു സ്വസ്ഥതയില്ലെന്ന്. ആവശ്യമില്ലാത്ത മോഹം അകത്ത് കയറുന്നതാ. ഈ ചിലക്ക് എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ലല്ലോ, എത്ര ലഭിച്ചിട്ടും മതി വരുന്നില്ല. സ്തോത്രം. ചിലർക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും പറ്റുന്നില്ല. ഉള്ളത് കൊണ്ട് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. അതിന് നെടുക നടന്ന് കടം മേടിക്കുക. ഇനിയും കടം മേടിക്കാൻ ആരും, നമ്മളൊരു അത്യാവശ്യ സംഗതിക്കല്ലേ, മോട കല്യാണം, വീടിന്റെ പണി അല്ലെ, അങ്ങനെയുള്ള അത്യാവശ്യ സംഗതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിന് ഞാൻ എതിരല്ല. ഇതങ്ങനല്ലല്ലോ. സ്തോത്രം. ആവശ്യമില്ലാത്ത മോഹങ്ങളെ, ആഗ്രഹങ്ങളെ, ഇച്ഛകളെ പിടിച്ചടക്കണം. ഞാൻ പറയേണ്ടത് സ്വയശക്തി കൊണ്ടൊക്കത്തില്ല, ആത്മശക്തി കൊണ്ടേ നോക്കൂ. സ്തോത്രം. ഈ സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, ഈ ചങ്ങലയിലും ആശച്ചങ്ങല ഭയങ്കരമാണ്. ചങ്ങല ഭയങ്കരമാ, അതിലും ഭയങ്കരമാ ആശച്ചങ്ങല. മതവിളകി ആനയെ ചങ്ങലക്കിട്ട് നിർത്താം, പക്ഷെ ആശച്ചങ്ങല കയറി ആ പേപ്പട്ടി നടക്കുമ്പോൾ നടക്കുമെന്ന. ഇപ്പോഴാണ് പേപ്പട്ടിയുടെ കണ്ടമാനം ശല്യമുള്ളത്. എല്ലാം ഈ മോഹഭാഗത്ത് കയറിയതാണ്.
കണ്ടമാന ആഗ്രഹം ദൈവമക്കൾ ഈ ഉള്ളത് കൊണ്ട് ഈ ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്. പഴയ ആൾക്കാർ പറയുന്ന പഴഞ്ചൊല്ല ചിലക്ക് ചിലപ്പോൾ അറിയായിരിക്കും. കൂനണിഞ്ഞ് അറിഞ്ഞേ നെവരാവും. കൂനറിഞ്ഞേ. ഇപ്പൊ ഉദാഹരണം, ഭർത്താവിന്റെ ജോലിയും വരുമാനവും അദ്ദേഹത്തിന്റെ സ്ഥിതി അനുസരിച്ച് വേണം ഭാര്യ ഇടപെടാൻ. കൂടെ ആരാധിക്കുന്ന, കൂടെ പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരി 5000-ന്റെ സാരി മേടിച്ചു, അല്ലെ 2000-ന്റെ ചുടിദാർ മേടിച്ചു, അത് കണ്ടോണ്ട് ഭർത്താവിനോട് കയറി കൊമ്പ് കോർക്കുകയും പിണങ്ങുകയും ചെയ്യരുത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവൻ തുച്ഛമായ ജോലിയാ ചെയ്യുന്നത്, വരുമാനം. വീട് ശ്രദ്ധിക്കണം, പിള്ളേരുടെ കാര്യം നോക്കണം, പിള്ളേർ സ്കൂളിൽ പോകുന്ന സ്കൂളിലെ ഫീസ് കൊടുക്കണം, ഓട്ടോയ്ക്ക് പോകുന്നുണ്ട് ഓട്ടോ കൂലി കൊടുക്കണം, പത്രം വരുത്തുന്ന വീടാണെങ്കിൽ പത്രക്കാരന് പൈസ കൊടുക്കണം, കുഞ്ഞുങ്ങൾക്ക് പാല് ആവശ്യമാണ്, ആ പാലുകാരന് കൊടുക്കണല്ലേ, പാല് മേടിക്കണം. ഇതെല്ലാം കാര്യം ഒരാൾ കൊണ്ടുവരുന്നത് കൊണ്ടല്ലേ? പറ. അത് അതിനിടയ്ക്ക് അതിഥികളോ വന്ന അവരെ യഥോചിതം നമ്മുടെ സ്ഥിതി അനുസരിച്ച് മാനിക്കണം. ചിലപ്പോൾ ഒരാളായിരിക്കും ഒരു വീട്ടിൽ ചെന്ന് ഒരു കട്ടൻ ഇട്ട് തന്നു. ആ വീട്ടിൽ ചിലപ്പോൾ 10 പേരായിരിക്കും ഒരു ദിവസം വരുന്നത്. 10 പേർക്ക് കട്ടൻ ഇടണ്ടേ? ഇപ്പൊ പിന്നെ എല്ലാവരും പഞ്ചാരിയായിട്ട് വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. എന്നാലും കാപ്പിപ്പൊടി വേണ്ടേ? ഗ്യാസ് കത്തിക്കണ്ടേ? ഇതെല്ലാം ചെലവല്ലേ? അപ്പൊ ഒരാൾ കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഇതെല്ലാം. അതിനിടയ്ക്ക് വല്യമ്മയുണ്ടെങ്കിൽ അല്ലെ അപ്പനുണ്ടെങ്കിൽ ഗുളിക മേടിക്കണം, മരുന്നെടുക്കുന്നവരാണ്, അതിന് വേണ്ടേ? അപ്പോൾ സഹോദരിമാര് അത് കണ്ടറിഞ്ഞ് വേണം. നിങ്ങൾ ഈ സ്തംഭിച്ചിരിക്കുകയെന്നോ അതോ ശ്വാസം വിടാതിരിക്കുകയെന്നോ അങ്ങനെയൊക്കെ ഇരുന്ന് വല്ല വിലക്കം ഉണ്ടായാൽ നിങ്ങൾക്ക് പിന്നെ ഞാൻ പ്രാർത്ഥിക്കത്തില്ല, കാരണം എനിക്ക് അങ്ങനെയുള്ള വരവൊന്നുമില്ല. നിങ്ങൾ ഫ്രീ ആയിട്ടിരുന്നാൽ മതി. കൂനറിഞ്ഞേ നെവരാവൂ. 5000-ന്റെ ചുരിദാർ കൂടെ അവിടെ സഭയിലുള്ള സഹോദരി മേടിച്ചു, നിങ്ങളും എനിക്ക് മേടിച്ചു തരണം. നിങ്ങൾ അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹം കുഴഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ കാര്യം പറഞ്ഞാൽ യാതൊരു താല്പര്യവും പിന്നെയും കുഴഞ്ഞു. നിങ്ങൾ ഇന്ന് വരെ എനിക്കൊരു തൂവാല പോലും പിന്നെയും കുഴഞ്ഞു. ഉടനെ മോഹവും വീർപ്പിച്ചു. രാവിലെ ഒരു കാപ്പി കൊടുക്കുന്ന അത് വന്ന് മുടങ്ങി, കറകിന് കുത്തിയിട്ട് വിളിച്ചിട്ടൊട്ട് അനക്കവുമില്ല, തുറക്കുന്നുമില്ല. എന്നാ ഫോൺ വിളിക്കാൻ നോക്കുമ്പോ അത് സ്വിച്ച് ഓഫ്. സഭാഗോളി വന്നോ, മേപ്പോട്ടിക്കപ്പോട്ട് ചാടി ശീലാന്തിയും കൂടെ അളക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാരിയാണോ? ആവശ്യമില്ലാത്ത മോഹങ്ങൾ ഉണ്ടാകരുത്. അപ്പുറത്തുകാരൊരു വീട് വെച്ചു, ചിലപ്പോൾ അവർക്ക് കാശുണ്ട്, അല്ലെങ്കിൽ അവരെ ആരൊരു നിലയിൽ സഹായി, അതുകൊണ്ട് നമ്മൾ ചാടിയാലോ? സ്തോത്രം. എല്ലാവരും അല്ല കേട്ടോ, ചില സ്ത്രീകൾ, നല്ല മാന്യ സ്ത്രീകളുണ്ട്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് എല്ലാവരും പറയത്തില്ല. അന്തസ്സുള്ള, മാന്യതയുള്ള, കുടുംബശ്രേഷ്ഠതയുള്ള, യോഗ്യതയുള്ള സ്ത്രീകളാരും അങ്ങനെ പറയുകയില്ല. ഈ കുഴ തെറ്റിയ കുറെ എണ്ണമുണ്ട്, ആർക്കും വേണ്ടാതെ തിരികട തള്ളിയിട്ടത്. നമ്മൾ ഈ തേങ്ങ പിടിച്ച് കുലുങ്ങാത്തൊക്കെ അതൊക്കെ ചില ആൾക്കാരെടുക്കും. പൊതിച്ചാലോട്ട് ഇതിന്റെ തൊണ്ട് പറഞ്ഞു വരികയില്ല, ഉടച്ചാലോട്ട് കാർന്ന് തിന്നാനും. എന്നാൽ മാന്യതയുള്ള, അന്തസ്സുള്ള, ശ്രേഷ്ഠതയുള്ള, പക്വതയുള്ള, പരിജ്ഞാനമുള്ള സ്ത്രീകളാരും അങ്ങനെ പറയുകയല്ല. അവര് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഭാരപ്പെടണ്ട, ദൈവം നമുക്ക് തക്ക സമയത്ത് തരും. നിങ്ങൾ എന്തിനാ ടെൻഷൻ എടുക്കുന്നേ? നമുക്കും ആ വീടിന്റെ കീർത്താവസ്ഥ നമുക്കും പോകണം. ചില കുശുമ്പ് കയറി പോകുകയില്ല. അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്, ബന്ധുക്കോസുകാർ. കുശുമ്പായി ഇതിനല്ല. എന്നാൽ അവരാ വീട് വെച്ചപ്പോൾ സന്തോഷിച്ച് അവരുടെ കൂടെ പോയിന്ന് സന്തോഷിച്ച് പ്രാർത്ഥനയെ കൂടി. അപ്പം കറിയാ, അന്നേ അതും 2 എണ്ണം കഴിച്ചേ, അതിലേ എൻ്റെ മര്യാദ. ഇത്ര ഈ കൊള്ളുകേലാത്ത കുറെ എണ്ണമുണ്ട്.
എന്നാ ദീർഘശ്വാസം വിട്ടെ? ഞാൻ കണ്ട് ദീർഘശ്വാസം വിടുന്നേ ചില ആൾക്കാരുണ്ട്. ഒരുത്തനൊരു വീട് വെച്ചു, നമ്മളിവിടെ സന്തോഷിക്കണം. ദൈവമേ, അതുങ്ങൾ വാടകയ്ക്ക് കിടന്നതാ, ചോർന്നൊലിച്ച ഒരു പെരയെ കിടന്നതാ, വാടക കൊടുക്കാൻ പോലും ഇല്ലാതെ ഭാരപ്പെട്ടതാ. കടമാന്തേലും ലോൺ ആന്തേലും ദൈവം അവർക്കൊരു വീട് കൊടുത്തല്ലോ. അയ്യോ വാ, നമുക്കും പോയി അവരുടെ കൂടെ അല്പസമയം. അതല്ലേ എൻ്റെ അന്തസ്. ഉടനെ ആ വീട്ടിലോട്ട് വിരുന്ന് പോയ കയർത്താമസിന് പോയവരെയും കൂടെ ഒരാളെ വിളിച്ചെടുത്തേച്ച് എങ്ങനെ ഒപ്പിച്ച് ഉണ്ടോ? എന്നെ വന്ന പുള്ളിക്കാരും ഞാനും അതായി ചിന്തിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇല്ല, കുറച്ച് സൗകര്യം ഉണ്ടെന്നാ കേട്ടത്. പുറകുവശം തേച്ചിട്ടില്ല അല്ലയോ? ഇങ്ങനെ കുശുമ്പും കുന്നായ്മയുള്ള എനം, അതിനെന്തിനും ധീരമല്ലേ? അയ്യോ, അസൂയ അസ്ഥികൾക്ക് ദ്രവത്വമാ. അല്ലേ പറഞ്ഞേ? എന്നാ പറയാ ഭാഷ, എൻ്റെ മുട്ടിനങ്ങ് വേദന. ഡോക്ടർ പറഞ്ഞത് തേയ്മാനോടാ. നിന്റെ കുശുമ്പും കുന്നായ്മയും മാറ്റുകാരനെ തന്നെ നിന്റെ മുട്ടുമെല്ലും ശരിയാകും. മുട്ടിന് തേയ്മാനം. ഡോക്ടർ ചാണ്ടി പറഞ്ഞത് അസ്ഥിക്ക് ബലമില്ലെന്നാ. അങ്ങ് പൊടിയുക. ഇതുപോലെ അസൂയ, അസൂയ പാടില്ല. ഒരുവന്റെ നന്മയിൽ സന്തോഷിക്കണം. വേണ്ടേ? സന്തോഷിക്കണം. നമ്മുടെ സഭയിലെ ഒരു കുഞ്ഞ് നന്നായിട്ട് വാക്യം പറഞ്ഞു, അഭിനന്ദിക്കണം. നമ്മുടെ കൊച്ചിനേക്കാളും കൂടുതൽ പറഞ്ഞെന്നോർത്ത് കുശുമ്പ. ഒന്നെങ്കിൽ ശ്രദ്ധിക്കുകയല്ല, ഇല്ലെങ്കിൽ ആ കൊച്ചിന് ഭാര വെച്ച് കളയും. വാക്യമൊക്കെ പറഞ്ഞാൽ ഇത് മുടികെട്ടി വെച്ചത് കണ്ടായിരുന്നോ? കുശുമ്പ് കണ്ടോ? അയ്യോ, ആ കുഞ്ഞു വാക്യം പറഞ്ഞു, ദൈവമേ നന്നായിരിക്കുന്നു പറയുകയല്ല. പറയുകയല്ല. കാരണം നമ്മുടെ കൊച്ചിനേക്കാളും അത് ഒരു വാക്യവും കൂടെ അത് ഇഷ്ടപ്പെട്ടില്ല. അസൂയ. ഇപ്പൊ സഭയിൽ ഒരു സഹോദരൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. പഴയ വിശ്വാസിയെക്കാളും നന്നായിട്ട് പുതുതായിട്ട് വന്ന പുള്ളി പ്രാർത്ഥിക്കും. സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഉടനെ അവൻ പ്രാർത്ഥിക്കുമ്പോൾ മൈക്കിന്റെ ഓളിയും കുറച്ച് ഉഴപ്പി. അതൊരു മര്യാദയാണോ? ആ പ്രാർത്ഥന കഴിയുമ്പോൾ ചെന്ന് പറയണം, ബ്രദറെ നന്നായിട്ട് പ്രാർത്ഥിച്ചല്ലോ, നന്നായിരിക്കുന്നു, ദൈവം അവനൊരു സന്തോഷവും തോന്നുകയല്ലേ? ഇതുടനെ അവൻ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ പറയും, നാളെ അവന് കൊടുക്കരുത് പ്രാർത്ഥിക്കാൻ. ഭാഷ എന്നാ കൊടുത്തോണ്ട് അവന് കൊടുത്തത്? അവൻ ആരാന്ന് ഭാഷക്ക് അറിയാമോ? ഇല്ല. അയ്യോ, അവനെ കൊല്ലത്ത് ഇതുപോലെ ഉഴപ്പി നടന്ന ഒരുത്തൻ. എടാ, അവൻ വന്നില്ലേ ഇതിനകത്ത്? നീ ഉഴപ്പാൻ 50 കൊല്ലം ഇതിനകത്ത് ഇരുന്നിട്ട് നിന്നെ ഒരു പൂഞ്ഞാന് പോലും നിന്നെ വേണ്ടല്ലോ. അവൻ 2 കൊല്ലം കൊണ്ട് ഇത്ര മെച്ചപ്പെട്ടില്ലേ? നീ 50 കൊല്ലമായിട്ടിരുന്നിട്ട് നിനക്ക് 23-ാം സങ്കീർത്തനം കാണാതെ പറയാമോ? തെറ്റാതെ ഒരു സമ്മാനം തരാം നിനക്ക്. അവൻ 2 കൊല്ലം കൊണ്ട് 119-ാം സങ്കീർത്തനത്തിന്റെ മുഴുവൻ വാക്യവും കാണാതെ പറഞ്ഞല്ലോ. നല്ലതല്ലേ? നല്ലതല്ലേ? ഞാനെപ്പോഴും പറയും, ഒരാളൊരു നല്ല കാര്യം ചെയ്താൽ അവരെ അഭിനന്ദിക്കണം. വേണ്ടേ? അഭിനന്ദിക്കണം. ഒരു സഹോദരി നന്നായിട്ട് പ്രാർത്ഥിച്ചു, അയ്യോ നന്നായിരിക്കുന്നു. ആ പ്രാർത്ഥന കേട്ടപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമൊക്കെ, നന്നായിരിക്കുന്നു, ഇനി പ്രാർത്ഥിക്കണേ. അതല്ലേ? അതുകൊണ്ട് അങ്ങനല്ല, യോഗം കഴിയുമ്പോൾ ഒരു പ്രാർത്ഥനക്കാരി വന്നിരിക്കുന്നു, ഇനി വരട്ടെ, കൊടുക്കും. പാടില്ല. ഒരാൾ നന്നായിട്ട് പാട്ട് പാടി, അയ്യോ ആ സഹോദരൻ നന്നായിട്ട് പാട്ട് പാടി, ബ്രദർ നാളെ വന്നൊരു പാട്ട് പാടണേ. അങ്ങനല്ലേ ചെയ്യണ്ടേ? അല്ല, അവൻ എവിടെ നിന്ന് വന്നതാ? എവിടെ നിന്നാ? പോളയത്തോട്ടി നങ്ങാണ്ട് വന്നാന്ന്. നമ്മുടെ സഭയാന്നാ? ഏത് സഭയാണെന്നറിയാമല്ല. ഇനി മേല് കൊടുത്തേക്കരുത്. കൊടുത്തത് കൊടുത്തിനി. അതാണ് എൻ്റെ മര്യാദ. ഓക്കെ, നിങ്ങൾക്ക് പാടാം ബ്രദറെ, നാളെ ഫ്രീ ആണേ വന്ന് ഒരു പാട്ടൂടെ ഒന്ന് പാടാം, നല്ലതായിരുന്നു കേട്ടോ. അങ്ങനല്ലേ എൻ്റെ മര്യാദ. പിന്നെ നല്ലതാന്നേലേ നല്ലതാന്ന്. ഉമ്മ കിടന്ന് കാറി കഴിയുമ്പോൾ നല്ലതായിരുന്നു, ഉമ്മ കിടന്ന് അലറുക. ഒരു സഹോദരി നന്നായിട്ട് പാട്ട് പാടി, അയ്യോ കൊള്ളാം, നന്നായിരിക്കുന്നു ആ പാട്ട് കേട്ടോ, നന്നായിരിക്കുന്നു. അതല്ലേ ചെയ്യണ്ടേ? എനിക്കറിയാം, ഞങ്ങളുടെ ഒരു ബേബയ്ക്കും അറിയാം, അതുകൊണ്ട് പറയരുത്, ഉണ്ടരുത്, നമ്മളെ കൊണ്ട് പറഞ്ഞാൽ മതി. ഒരു പാസ്റ്ററുടെ ഭാര്യയുണ്ട്.
ഒരു 10-20 പാട്ട് പുസ്തകമായിട്ട് ഇങ്ങനെ പൊരുന്നക്കോഴി ഇരിക്കുമ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുക, ഒരു മൈക്കും വെച്ചു. ഈ തള്ളയ്ക്കാന്ന് ട്യൂണുമില്ല, സ്വരവുമില്ല, ചുമ്മാ കിടന്ന് എരുമ കാറും പോലെ കാറുക. ശരിവനറിയാവരെ അവരുടെ മുന്നേ ഒരു മൈക്കും വെച്ചേച്ച് ഇങ്ങനെ അവരിങ്ങനെ അടക്കോടി ഇരിക്കും പോലെ. ആ സഭയിൽ നന്നായിട്ട് പാടുന്ന സഹോദരിമാരുണ്ട്. ഈ തള്ള മൈക്ക് കൊടുക്കുകയില്ല, അവർക്കൊരവസരം. ഇവര് കിടന്ന് കിടന്ന് അങ്ങനെ മാക്കറി കാറും പോലെ കിടന്നങ്ങ്. ആ സഭയിൽ നന്നായിട്ട് പാടുന്ന സഹോദരിമാരുണ്ട്, എനിക്കറിയാം. കൊടുക്കുകയല്ല. ഞാൻ എൻ്റെ ചെറിയ അനുഭവം പറയാം. ചിലരെ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ ചിലടത്ത് വിഷയങ്ങൾ പ്രസംഗിക്കാൻ, അപ്പം ചിലർ പറയും ഇന്ന വിഷയം പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞാൽ ശരിയാകുകയില്ല. ഇന്നയാളിനെ വിളിക്കും, പുള്ളി അത് നന്നായിട്ട് കൈകാര്യം ചെയ്യും. അതല്ലേ എൻ്റെ മര്യാദ. ഞാൻ അവിടെ ചെന്ന് കുഴയുന്നതിലും നല്ലത് അല്ലേ? ഇന്ന വിഷയം ഒന്ന് പറയണം. ഞാൻ പറഞ്ഞ ശരിയാകില്ല. അപ്പൊ എനിക്ക് അറിവുണ്ട്. ഞാൻ ഇന്നയാളിനെ വിളിക്ക്, നന്നായിട്ട് പറയും. ഇപ്പൊ ഞങ്ങളുടെ അവിടെ സഭയിൽ ബൈബിൾ ക്ലാസ് നടക്കുക, ഞാൻ എടുത്താൽ ശരിയാകുകയല്ല. സമാഗമന കൂടാരം എനിക്കറിയാം. അതിനാ ഷാജൂസ് ജോസഫ് അദ്ദേഹത്തെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. എന്നേക്കാൾ നന്നായിട്ട് അദ്ദേഹം അത് ചെയ്യും, പഠിപ്പിക്കും. അതല്ലേ അതിൻ്റെ ശരി. എൻ്റെ സഭയാ, എൻ്റെ മൈക്കാ, എൻ്റെ കസാരിയാ, ഒരുത്തനെ ഇവിടെ കയറ്റുകയല്ല. ഒറ്റയൊരുത്തനെ കമാന്ന് മിണ്ടാൻ ഞാൻ ഞാൻ പഠിപ്പിക്കുന്ന സമാഗമന കൂടാരം നിനക്ക് വേണേ പഠിച്ചാൽ മതി. ഇതാ സമാഗമന കൂടാരം, അല്ലാത്ത ഒന്നും കൂടാരവേ. അതാണ് അതിൻ്റെ മര്യാദ. അത് നന്നായിട്ട് പഠിപ്പിക്കാൻ പ്രാഗൽഭ്യമുള്ളവരെ, അറിവുള്ളവരെ വിളിക്കണം. വിളിച്ച് അവർക്ക് അവസരം കൊടുക്കണം. അതെല്ലാവരും അങ്ങ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള ഈ മോഹങ്ങളും ചിന്തകളും ഒക്കെ അങ്ങ് മാറ്റണം. വിശേഷിച്ച് ഈ അസൂയ ഒന്നും പാടില്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്. എനിക്കാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായി എനിക്ക് നന്നായിട്ട് ദൈവോചനം പ്രസംഗിക്കുന്നവർ എനിക്ക് ബഹുമാനമാണ്. ബഹുമാനവും ആദരവും കഴിവിൻ്റെ പരമാവധി ഞാൻ അവർക്ക് അവസരം കൊടുക്കും. എനിക്കും പഠിക്കാമല്ലോ. എനിക്കൊത്തിരി, ഞാനിനി എന്തെല്ലാം പഠിക്കാനുണ്ട്. എനിക്കും പഠിക്കരുതോ? പിന്നെ ചുമ്മാ ഈ ബഹളവും വെപ്പറാളോ ഉള്ളവർക്ക് ഞാൻ കൊടുക്കുകയല്ല. ചുമ്മാ കിടന്ന് ആണ്ട വരുന്നത് 2 വരുന്ന ഇട്ടോ കുട്ടൻ്റെ അമ്മയെ പട്ടി കടിച്ചെന്ന് പറഞ്ഞ് ഉമ്മ ബഹളം ഉണ്ടാക്കിയാൽ 5 മിനിറ്റ് എടുത്തോളാൻ പറയും. അല്ലാത്തവർക്ക് കൊടുക്കും. കാരണം എനിക്കിവിടെ പഠിക്കാം. സ്തോത്രം. നല്ല കാര്യങ്ങൾ ചെയ്യണം, അതിനെ അഭിനന്ദിക്കണം. കർത്താവ് ചിലരെ അഭിനന്ദിച്ചില്ലേ? ബർയോനാശിമോനെ, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് സ്വർഗസ്വനായ എൻ്റെ പിതാവാ. അയ്യോ, ഇസ്രായേലിൽ പോലും ഇങ്ങനൊരു വിശ്വാസം കണ്ടിട്ടില്ല. വേറൊരു പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്. അഭിനന്ദിക്കണം. സാക്ഷാൽ ഇസ്രായേലിൽ ഇവനിൽ കപടമില്ല. കർത്താവ് അങ്ങനെ അഭിനന്ദിക്കും, നമ്മളും അങ്ങനെ അഭിനന്ദിക്കണം. ഒരാളെ യോഗ്യമായിട്ടൊരു വസ്ത്രം ധരിച്ചു, അയ്യോ നന്നായിരിക്കുന്നു. പ്രാർത്ഥിച്ചു, നന്നായിരിക്കുന്നു. പാട്ട് പാടി, നന്നായിരിക്കും. ഞങ്ങൾ ഈ അടുത്ത സമയത്ത് നമ്മുടെ പ്രിയ കളർനാവിലെ തമ്പിച്ചായൻ്റെ സഹധർമ്മിണി കടന്നുപോയി. ഞാനും ഷൂപ്പാസും ഉണ്ട്. ഞങ്ങൾ ചെന്നു. അന്നേരം ഡോക്ടർ യോഗന്നാൻ ഡോക്ടർ ഒരു പാട്ട് പാടി, എന്തോ സുഖമായിരുന്നു. എന്നാൽ അവിടെ കുറെ പാട്ടുകാരുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പാടിയ പാട്ട്, ആ പാട്ട് എന്തോ ഇപ്പോഴും ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇങ്ങനെ മുഴങ്ങുക. പക്ഷെ അദ്ദേഹം പാടിയപ്പം ഇൻസ്ട്രുമെന്റ്സും ഇല്ലായിരുന്നു, വായിക്കാനും അല്ല, പിന്നണിയില്ല, ഒന്നുമില്ല. പക്ഷെ ആ സന്ദർഭത്തിൽ നല്ല ട്യൂണും. ഡോക്ടർ യോഹന്നാൻ നമ്മുടെ ചെങ്ങിമനത്ത് ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുന്നു. ഈ അടുത്ത സമയത്ത് ഞാൻ ഡോക്ടറെ കണ്ട പറഞ്ഞു, അയ്യോ ആ പാട്ട് ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഭിനന്ദിക്കേണ്ട കാര്യം അഭിനന്ദിക്കണം. സ്തോത്രം. കർത്താവിന് അത് ഇഷ്ടമാണ്. അപ്പൊ ഈ ദൈവമക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ദൈവം ഇവര് പ്രസാദിക്കാഞ്ഞതിന്റെ ഒന്നാമത്തെ കാര്യം ദുർമോഹം. ആവശ്യമില്ലാത്ത മോഹമൊന്നും നമ്മുടെ അകത്ത് കയറരുത്. ആ മോഹത്തെ പിടിച്ചടക്കണം. അങ്ങനെയുള്ള വിചാരങ്ങൾ, മോഹങ്ങൾ, ആഗ്രഹങ്ങൾ വരുമ്പോൾ പിടിച്ചടക്കണം. ചങ്ങലയിലും ആശച്ചങ്ങല ഭയങ്കരമാണ്.
സ്തോത്രം. നമ്മള് ഒരു പാട്ട് പാടുകയല്ലേ, ആശാപാശമാകും കുറ്റികൾ മുറ്റുമായി അറുത്തു നീക്കണം, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ, ഓ കണ്ടിടും കണ്ടിടും പ്രിയൻ. യേശുവേ മണാളനേ അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം പ്രസാദിക്കണം. ദൈവം പ്രസാദിക്കണമെങ്കിൽ ആവശ്യമില്ലാത്ത മോഹങ്ങളും ആഗ്രഹങ്ങളും കളയണം. ഈ പ്രാർത്ഥനയിൽ ആവശ്യമില്ലാത്ത ദുർമോഹമെല്ലാം വിട്ടുകളയണം. നല്ല കാര്യങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്യണം. സ്തോത്രം. ഞാൻ ഈ ബേബായുടെ അമ്മ സാറാമ്മ എപ്പോഴും ബഹുമാനിക്കുന്ന ഒരാളാണ്. ഞാൻ നല്ല വചന തിട്ടു. ഞങ്ങൾ ഇവര് കൊച്ചിലെ ആയിരിക്കുമ്പം ഞാൻ ഇവരുടെ സഭയെ പോയി പ്രസംഗിക്കും. നമ്മളൊരു വാക്യം പറയുമ്പം സാറാമ്മ അവിടെ ഇരുന്ന് പൂരിപ്പിക്കും. അത് നമ്മളെ കടത്തി വെട്ടിയല്ല, ശുശ്രൂഷയ്ക്ക് സഹായമായിട്ടാണ്. നല്ല മിടിക്കുക പുള്ളിക്കാരി, മിടിക്കുക പുള്ളിക്കാരുടെ അമ്മയും മിടിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ആരാണ്ടോട് പറഞ്ഞു, ഞാൻ അവിടെ കുമളിയിലെ നമ്മുടെ വ്യാപാര ഭവനിലൊരു യോഗം, സജി പാസ്റ്റ് വിജി തോമസ് കുട്ടിയുടെ അനിയൻ സജി പാസ്റ്റ് അദ്ദേഹം കടന്നുപോയി. അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് ക്രമീകരിച്ചൊരു യോഗമാണ്. അപ്പൊ ഞാൻ വ്യാപാര ഭവനിൽ ചെന്നു. അമ്മച്ചിക്ക് ഇപ്പൊ എത്ര 86. അപ്പൊ ഞാൻ ആ യോഗത്തിന് ചെന്നു. വലിയ സ്റ്റേജാ ഞാൻ പ്രസംഗിക്കുക. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടോ ഈ ഓഡിറ്റോറിയത്തിൽ. മൈക്കുമൊക്കെ കൊടുത്തിട്ടുണ്ട് വാക്യം വായിക്കാൻ. ഞാൻ വാക്യം വായിച്ചപ്പോൾ ഈ മൈക്ക് വെച്ചോണ്ടിരുന്നവർ വായിക്കാൻ താമസിച്ചു. പുറകിലിരുന്ന് നല്ല കഥനാക്കുറ്റി തീരും പോലെ വാക്യം. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം വല്യമ്മച്ചിയാ. എന്തോ ശബ്ദം. അന്നേരം 85 വയസ്സുണ്ട്. ഭയങ്കര ശബ്ദം. കണ്ണാടിയും വേണ്ട. കണ്ണാടി ഉണ്ടായിട്ട് തന്നെ ഒരു കാര്യമുണ്ട്, അത്ര പ്രതികൂലത്തിൽ കൂടെ അവർ വിശ്വാസത്തിന് വേണ്ടി നിന്നത്. ഞാൻ അവരെ രണ്ടുപേരെയും അവസരം കിട്ടുന്ന സന്ദർഭത്തിൽ പ്രസംഗിച്ചു വരുമ്പം പറയേണ്ട സന്ദർഭം വന്നാൽ അവരെ ഞാൻ അഭിനന്ദിക്കും. അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട്. സ്തോത്രം. അപ്പൊ ഈ ആവശ്യം ഒന്ന് അഭിനന്ദിക്കണം, 2 ആവശ്യമില്ലാത്ത മോഹങ്ങളെല്ലാം അങ്ങ് കളയണം. നമ്മൾ ഏതായാലും വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ പല കാര്യം കാണും, ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ പല കാര്യം കാണും, ഒരു സദസ്സ് ചെല്ലുമ്പോൾ അതെല്ലാം നമുക്ക് വേണമെന്ന് ചടിച്ചാലോ നിന്റെ സ്വസ്ഥത പോവും. സ്വസ്ഥത കെടും. കെടുകയല്ലേ. ഞാൻ ഇന്നാണ് പ്രസംഗിച്ചപ്പം ഞങ്ങളുടെ സഭയിൽ അവിടെ കൂട്ടായ്മയെ ഞാൻ പറഞ്ഞു, വളരെ ഭൗതികമായിട്ട് ഉന്നതന്മാരുടെ വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട്. നിങ്ങളും അങ്ങനെയൊക്കെയാ പാർത്തിട്ടുണ്ട്. പല കാര്യങ്ങൾ അവിടെ കാണാറുണ്ട്. ശ്രദ്ധിക്കുമല്ലോ. അതൊന്നും നമ്മുടെ അകത്ത് കയറരുത്. കയറിയാ കുഴയും. ഇത് അകത്ത് കയറിയാ പിന്നെ അത് അങ്ങനത്തത് വേണം, മേടിക്കണം, കിട്ടണം എന്നുള്ള ചിന്ത. ഇപ്പോഴത്തെ പുതിയ ഉപദേശക്കാർ പറഞ്ഞ അതിനെ ഗർഭം ധരിക്കണമെന്ന്. നമുക്കിപ്പോ ഒരു ഓടി വണ്ടി വേണം. അങ്ങനൊക്കെ അവരുടെ ഓടി വണ്ടി. ഇവനെ ചുമ്മാ പ്രാന്ത. ഓടി വണ്ടി വേണമെങ്കിൽ ഓടി വണ്ടി നമ്മൾ ഗർഭം ധരിക്കണം. അത് വിശ്വാസ കണ്ണാൻ കിറുക്കനെയല്ല എന്നെ ചെയ്യണമെന്ന് കിറുക്ക് പിടിച്ച ഒത്തിരി ഉണ്ട്. പിന്നെ നമ്മൾ നടക്കുമ്പോൾ ഇരിക്കുമ്പോഴും എല്ലാം ഇതിനെ വിശ്വാസത്താൽ
ഓടി കിട്ടിയതിനായി സ്തോത്രത്തിൽ പോകുന്നതിനായി. ഇപ്പൊ എല്ലാം ആണല്ലോ. ഓടി ഓടി ഇപ്പം നാട്ടിൽ പോലെ നിൽക്കാൻ ചിലർക്ക് പറ്റുന്നില്ല. യാക്കോബിനെ പോലെ അനുഗ്രഹം പ്രാപിച്ചു, പക്ഷെ കുടുംബത്തിൽ നിൽക്കാൻ മേല. അനുഗ്രഹം എല്ലാം പ്രാപിച്ചു, പക്ഷെ വീട്ടിൽ നിൽക്കാൻ ഒക്കുന്നില്ല. കവിഞ്ഞൊഴിയുന്ന അനുഗ്രഹം കേരളത്തിൽ ഇപ്പൊ നിൽക്കാൻ മേല. അതിന് കേൾക്കുന്നു വേറെ രാജ്യത്തിലേക്ക് പോകുന്നു എന്ന സ്തോത്രം. നിനക്ക് ഒരു കഷണം അപ്പമേ ഉള്ളെങ്കിലും സമാധാനവും ശാന്തതയും സ്വസ്ഥതയും ഉണ്ടെങ്കിൽ അതാ ഏറ്റവും നല്ലത്. അപ്പൊ ആവശ്യമില്ലാത്ത മോഹങ്ങൾ, ആഗ്രഹങ്ങൾ നമ്മുടെ അകത്ത് കയറരുത്. സ്തോത്രം. നമുക്ക് ആവശ്യമുള്ളത് തക്ക സമയത്ത് ദൈവം തരും. അതിനായിട്ട് നമ്മൾ ബന്ധപ്പെടരുത്. അങ്ങനൊക്കെ ചില പറയില്ലേ, ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് മേടിച്ചത്. അങ്ങനൊന്നും മേടിക്കരുത്. ചുമ്മാ ഊളത്തരവൊന്നും കാണിക്കരുത്. പിടിച്ചു വെച്ച് മേടിക്കരുത്. സ്തോത്രം. പിടിച്ചു മേടിച്ചവനെല്ലാം കുഴഞ്ഞു പോയി. സ്തോത്രം. ഹിസ്കിയാവ് ചുവരോട് മുഖം ചേർത്ത് പിടിച്ചു വെച്ച് മേടിച്ചതാ. കർത്താവ്, ഞാൻ ഏകാഗ്രതയോടും പരമാർത്ഥത്തോടും നടന്ന് നീ ഒന്ന് ഓർക്കണം. പ്രവാചകൻ എന്ന് പറഞ്ഞു യാതൊന്നും ദൗത്യമാകില്ല ഗൃഹകാര്യം ക്രമത്തിലാക്കാൻ. പുള്ളിയാണ് ചുവരോട് മുഖം പിടിച്ചൊരു കരച്ചിലും ഒരു കണ്ണുനീരും പ്രാർത്ഥന. നാമറ്റത്ത് പോയ പ്രവാചകൻ പറഞ്ഞ് തിരിച്ചു വന്നിട്ട് 15 വർഷം കൂട്ടി തന്നെന്ന്. അപ്പം പുള്ളി ഒരു പാട്ടുമൊക്കെ പാടി. സ്തോത്രം. ഒരു പാട്ടുമൊക്കെ പാടി. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ചെറുക്കനുണ്ടായി, ഇതുപോലെ നാശം പിടിച്ചൊരു മനേഷെ ഇതുപോലെ നശൂലം പിടിച്ചൊരു ചെറുക്കൻ. അവൻ കാണിക്കാവുന്ന കോപ്രാന്തം എല്ലാം കാണിച്ച് യാത്രക്കളെ കൊണ്ട് നാഗതാരമന വരെ കൊണ്ട് കാണിച്ച് അടിച്ച് തൂത്തെടുത്തുകൊണ്ട് പോയി. ഇയാൾ അന്ന് യാകുകയായിരുന്നു, ഈ ചെറുക്കൻ ഉണ്ടാകുകയില്ലായിരുന്നു. ഈ നാശം ഒന്നും പിടിച്ചു വെച്ച് മേടിച്ചതാ. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, പിടിച്ചു മേടിക്കരുതൊന്നും. നമുക്ക് പുതിയ നിയമസഭയ്ക്ക് നമുക്ക് ഉള്ള പ്രമാണം ഇതാ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാ നല്ലത്. കർത്താവ് അവിടത്തേക്ക് ഹിതമാണെങ്കിൽ തന്നാട്ടെ, അവിടത്തേക്ക് ഹിതമാണെ നടക്കട്ടെ, അതല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല. ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, ഈ ചില ദൈവമക്കളെ പ്രാർത്ഥിക്കും. മിക്കപ്പോഴും ഞാൻ പറയും, ചില സാക്ഷ്യമൊക്കെ ഇപ്പോഴല്ലേ അധികം സാക്ഷ്യമില്ല. പ്രാർത്ഥിനകത്ത് ഞങ്ങൾ ഇങ്ങനെ ഓരോന്നിന് 1, 2, 3 ഇങ്ങനെ ഞങ്ങൾ ചോദിക്കുന്നതിനെല്ലാം ഞങ്ങളുടെ ദൈവം മറുപടി നൽകി നന്ദിയോടെ സ്തുതിക്കും. ഇത് കേൾക്കുന്നവർക്കും സന്തോഷമാണ്. പക്ഷെ എനിക്ക് ഈ സാക്ഷി കേൾക്കുമ്പോൾ മെപ്രാളമാണ്. ചിലരെ ചോദിച്ചതിനെല്ലാം ദൈവം മറുപടി നൽകി വിടുതൽ നൽകി എന്ന് പറയുമ്പോൾ ചിലർക്ക് അവർക്കും സന്തോഷമാണ്, കേൾക്കുന്നവരും ചിലർക്ക് സന്തോഷമാണ്. ചിലടത്ത് ഉപദേശിമാരും ചിലപ്പം പറയാട്ടെ, തൻ്റെ ദാസിക്ക് ദൈവം ചോദിച്ച വിഷയത്തിനെല്ലാം മറുപടി കൊടുത്തതിനായി നമുക്ക് കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം കരങ്ങൾ വീശി ഞാൻ വീശിയല്ല. എനിക്ക് അങ്ങനത്തെ സാക്ഷ്യം കേൾക്കുമ്പം വെപ്രാളമാണ്. എങ്ങനത്തെ സാക്ഷ്യമാണ്? ഞങ്ങൾ ചോദിച്ച് പ്രാർത്ഥിച്ചതിനെല്ലാം ദൈവം മറുപടി തന്നെന്ന് കേൾക്കുമ്പോ എനിക്ക് വെപ്രാളമാണ്. അവരോട് വൈരാഗ്യം ഉണ്ടായിട്ടല്ല, എനിക്ക് വെപ്രാളമാണ്. ഇപ്പൊ നിങ്ങൾ ചില ചോദിക്കും, ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനെല്ലാം ദൈവം ഞങ്ങൾക്ക് മറുപടി തന്നപ്പോ തനിക്ക് എന്നാ ഇത്ര വെപ്രാളം? നിങ്ങൾ ചോദിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ മുഖഭാവം അങ്ങനത്തെ ചോദ്യം ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനല്ല ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് മറുപടി വരുമ്പോ തനിക്ക് എന്നെ ഇത്ര വെപ്രാളം. അങ്ങനെ ചോദ്യം ഉന്നയിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവരോട് തിരിച്ചു മറുപടി, എനിക്ക് വെപ്രാളം വരാൻ കാര്യം നിങ്ങളോടോ അവരോടോ വൈരാഗ്യം ഉണ്ടായിട്ടല്ല, എൻ്റെ ഹൃദയത്തിൽ വേറെ വാക്യം ഇരിക്കുന്നത് കൊണ്ടാ വെപ്രാളം.
എന്റെ ഹൃദയത്തിനകത്ത് തിരുവചനം ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് വെപ്രാളമായി ഇത് കേൾക്കുമ്പം. ഇപ്പം വീണ്ടും നിങ്ങൾക്ക് എന്നോടൊരു ചോദ്യം, ഇങ്ങനെ വെപ്രാളപ്പെടുത്തുന്ന വാക്യം ഏതാ? ഒത്തിരി വാക്യമുണ്ട്. ഒരു വാക്യം പറയാം. ഞങ്ങൾ ചോദിച്ചതിനെല്ലാം ദൈവം ഞങ്ങൾക്ക് മറുപടി തന്നെന്നുള്ള സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് വെപ്രാളം വരാൻ ഒരു വാക്യം ഇപ്പം വായിച്ചേ. 106 സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം വായിച്ചേ. 12-ാം 10-ഉം 12-ഉം 15-ാം വാക്യം വായിച്ചു. 106:15. 106:15. അവരപേക്ഷിച്ചത്, ഇങ്ങോട്ട് നോക്കിയേ, ബാക്കി എല്ലാവരും എന്നെ നോക്ക്, ബാക്കി എല്ലാവരും എന്നെ നോക്ക്. കാണാനൊന്നും വലിയ ചതവില്ലെങ്കിൽ എന്നെ നോക്ക്, എല്ലാവരും എന്നെ നോക്ക്. സഹോദരി ഞാൻ പറയുമ്പോൾ ഒന്നുകൂടെ വായിക്കണം, ബാക്കിയുള്ളവരെല്ലാം എന്നെ നോക്കണം. ഒന്നുകൂടെ ആ ബാക്കി ഒന്ന് വായിച്ചേ സഹോദരി. എന്നെ നോക്കാൻ നിങ്ങൾ പിന്നെ എന്നെ നോക്കാൻ പറഞ്ഞപ്പോൾ സഹോദരിയെ കൊണ്ടല്ലേ വായിപ്പിക്കാൻ. ഒന്നുകൂടെ വായിച്ചേ. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ശ്രദ്ധിച്ചേ, അവരപേക്ഷിച്ചത് അവൻ അവർക്ക്. ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ ലിസ്റ്റ് എഴുതി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനതിനെതിരല്ല കേട്ടോ, എതിരല്ല. അങ്ങനെ പ്രാർത്ഥിക്കരുതെന്നും അല്ല എൻ്റെ വാദം. ഞാൻ ഇങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ അതിനെപ്പറ്റി ഒരു വെപ്രാളമാണ്. ഇന്ന വണ്ടി, ഇന്ന വീട്, ഇന്ന ജോലി, ഇന്ന സാലറി, ഇന്ന കല്യാണം, അതാ അവൻ്റെ സ്റ്റേറ്റ്സ് എന്ന് പറയണം, ചെറുക്കൻ 6 അടി പൊക്കം, 2 നിറം, 5 അക്ക സാലറി, ഇങ്ങനെയൊക്കെ അങ്ങനെ എഴുതി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ന കുടുംബമായിരിക്കണം, ഇത്ര വിദ്യാഭ്യാസം ഇന്നതായിരിക്കണം, അങ്ങനെയൊക്കെ എഴുതി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. വണ്ടി, വീട്, വസ്തു, കല്യാണം, ജോലി, വിദേശയാത്ര, വിസ, ഇതെല്ലാം കൂടുതൽ ലിസ്റ്റുകൾ അങ്ങനെ. അല്ല, അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്ത്. ചോദിച്ചത് ഇന്ന ഇത്ര മുറിയുള്ളൊരു വീട്, ഞങ്ങളെ പറഞ്ഞതുപോലെ തന്നെ 3 ബെഡ്റൂമും അല്ലെ 5 ബെഡ്റൂമും അല്ലെ 8 ബെഡ്റൂമും. ഇന്ന വണ്ടി വിശ്വാസക്കണ്ണാൽ കണ്ടു. വണ്ടി കിട്ടാൻ ഒരു സാധ്യത ഇല്ല. പക്ഷെ ഞാൻ റോസമ്മയും കൊണ്ട് മുട്ടയിലിരുന്ന് അല്ല, അവരപേക്ഷിച്ചത് അവൻ അവർക്ക് ചോദിച്ചത് കൂടെ. അങ്ങനെ സാക്ഷ്യം നമുക്ക് കേൾക്കാം. ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഇന്നതുപോലെ തന്നു, അത് കിട്ടിയെന്നൊക്കെ സാക്ഷ്യം. പക്ഷേ അടുത്ത വാക്യവും കൂടെ സഹോദരി ഉറക്കെ വായിച്ച്, അവരപേക്ഷിച്ചത് അവൻ അവർക്ക്. അടുത്തത് കേട്ടോ, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. ഭയാനകമായ വാക്യമാണ്. അപേക്ഷിച്ചത് ദൈവം കൊടുത്തു. പക്ഷെ അടുത്ത വാക്യം മറന്നു പോകരുത്, എങ്കിലും പ്രാണന് ക്ഷയമയച്ചത്. എന്നെ കേൾക്കുന്ന മാന്യ ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. വിഷയത്തിനെല്ലാം മറുപടി കിട്ടി, പക്ഷെ പ്രാണൻ ക്ഷയിച്ചു പോയി. അങ്ങനെ എന്തിനാ മറുപടി കിട്ടുന്നത്? അങ്ങനെ കിട്ടിയിട്ട് തന്നെ ഗുണം. അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ആശയം പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി. നീ പ്രാർത്ഥിച്ച വിഷയത്തിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും നിന്റെ പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. നീ ചോദിച്ച വിഷയത്തിനെല്ലാം നീക്കുപോക്ക് കിട്ടിയില്ലെങ്കിലും നിന്റെ പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. നീ ഉദ്ദേശിച്ച വിഷയത്തിനല്ല ഒരു പരിഹാരമുണ്ടായില്ലെങ്കിൽ നിന്റെ പ്രാണന് കോട്ടം വരാത്തതാ ശ്രേഷ്ഠം. ഹല്ലേലൂയ. വേണമെങ്കിൽ ദൈവമക്കൾ ഇനി പ്രാർത്ഥിക്കുമ്പോൾ വേണേ ഇങ്ങനൊന്ന് പ്രാർത്ഥിച്ചോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് അറിയത്തില്ല. വേണമെങ്കിൽ, ഞാൻ അങ്ങനെ ചെയ്യുന്നയാളാ, വേണമെങ്കിൽ ഇങ്ങനൊന്ന് പ്രാർത്ഥിച്ചോ, കർത്താവേ എൻ്റെ പ്രാണന് ക്ഷയമുണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. അത് വണ്ടിയാന്നേലും വീടാന്നേലും വസ്തുവാന്നേലും കാറാന്നേലും ജോലിയാന്നേലും ബിസിനസ് ആന്നേലും ബന്ധങ്ങളാണേലും എന്തും എന്തും എൻ്റെ പ്രാണന് ക്ഷയമുണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട.
വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചോ. അത് പിന്നെ എല്ലാവർക്കും ഒക്കുമെന്ന് തോന്നുന്നില്ല. വേണം ഇങ്ങനെയും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചോ. എൻ്റെ കർത്താവേ, എൻ്റെ ആത്മീകത്തിന് കോട്ടമുണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. എൻ്റെ ആത്മീകത്തിന് ഭംഗമുണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. വേണേ ദൈവദാസന്മാരോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഇഷ്ടമുണ്ട്, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആൾ, ഉദ്ദേശിക്കുന്ന ആളുമാ. എൻ്റെ ശുശ്രൂഷയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. അത് വീടാന്നേലും, വണ്ടിയാന്നേലും, വസ്തുവാന്നേലും, ഭാര്യയാന്നേലും, പിള്ളേരാന്നേലും, ബന്ധമാന്നേലും, ബന്ധുക്കാരാന്നേലും, ആരാന്നേലും, നീ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. സഹോദരിമാരും അങ്ങനെ പ്രാർത്ഥിക്കരുത്. കർത്താവേ, ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. എൻ്റെ ആത്മീയ ജീവിതത്തിന് ഭംഗമുണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. ഇന്ന് രാത്രി തീരുമാനമെടുക്കുക. അങ്ങനെ തീരുമാനത്തോടെ നീ പോയാൽ ഈ യോഗം വിജയമാ, ഈ യോഗം വിടുതലാ, ഈ യോഗം അനുഗ്രഹമാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കൂടപ്പെട്ട എല്ലാവരും തീരുമാനമെടുക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മീകത്തിന് ഭംഗമുണ്ടാക്കുന്ന, എൻ്റെ ആരാധനയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന, എൻ്റെ ശുശ്രൂഷകൾക്ക് ഭംഗമുണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. വേണ്ട വേണ്ട ലോക ഇമ്പമായുഷ്കാലമൊക്കെ എൻ്റെ ആശയേ. വേണ്ട വേണ്ട ഇമ്പമായുഷ്കാലമൊക്കെ തൻ്റെ വാരം എന്നൂ നിമകെ വന്നിടും വിശ്രാമനാട്ടി. ഓ ഉണ്ടോ ഇനി കാലദൈർഘ്യം എത്ര ഞാൻ ഓടണം ചൊല്ലിടുക ആത്മാവേയൻ. ഉണ്ടോ ഇനി കാലദൈർഘ്യം എത്ര ഞാൻ ഓടണം ചൊല്ലിടുക. നക്ഷത്രങ്ങൾ പോലീ ലോകെ ശോഭിച്ചോരിൽ ചിലരെ കാണുന്നില്ല ഞാനീ ലോക ശുദ്ധർ കൂട്ടത്തിൽ. നക്ഷത്രങ്ങൾ പോലീ ലോകെ ശോഭി എന്നൂ നിമകെ വന്നിടും വിശ്രാമം എത്തിടുവാനുണ്ടോ ഇനി കാലദൈർഘ്യം എത്ര ഞാൻ ഓടണ ചൊല്ലിടുക. ഓ ഉണ്ടോ ഇനി കാലദൈർഘ്യം എത്ര ഞാൻ ഓടണ ചൊല്ലി. ഈ മായാലോകെ പോരാടുന്ന ദുഷ്ടശക്തിയാകവേ നിത്യം ജയിച്ചപ്പൻ പാലേ. ഈ മായാലോകെ പോരാടുന്ന ദുഷ്ടശക്തിയാകവേ കൂടമാറമാല വീരമാല ഭൈരമാല വീരമാല ഭൈരമാല എന്നൂ നിമകെ വന്നിടും നാട്ടിലെത്തിടുവാനുണ്ടോ ഇനി. കൂടമാല ഭൈരമാല വീരമാല ഭൈരമാല ദൂരമാല കൂടമാറമാല വീരമാല ഭൈരമാല ജയം 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 ജയം. കൂടമാല ഭൈരമാല വീരമാല ഭൈരമാല അർദ്ധവേദി വൈദ്യരാജ ദൂരമാല ഭൈരമാല വീരമാല വീരമാല ധീരമാല ധീരമാല വീരി വീരി വീരമാല വീരമാല ഭൈരമാല വീരമാല ഭൈരമാല ധീരമാല കൂടമാല ഭൈരമാല വീരമാല ഭൈരമാല. ഓ റീകര വടമാല വിവി ശബലമ. രക്തത്താൽ ജയം, യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ രക്തത്താൽ എല്ലാത്തിന്മേലും ജയമെടുക്കുക. ദൈവത്തിന് മഹത്വം. ആത്മീകത്തിന് കോട്ടമുണ്ടാക്കുന്ന ഒന്നും വേണ്ട. നിന്റെ ശുശ്രൂഷയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന ഒന്നും വേണ്ടെന്ന് പറ. ഞാൻ എൻ്റെ രഹസ്യ പ്രാർത്ഥന കർത്താവിനോട് പറയും. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് തടസ്സമുള്ള ഒന്നും എനിക്ക് വേണ്ട. എന്റെ ആഗ്രഹമാണ് ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് തടസ്സമായി വരുന്ന ഒന്നിന് ഞാൻ വിലയും കൊടുത്തിട്ടില്ല.
എനിക്ക് പ്രധാനപ്പെട്ട വിഷയം ആത്മീകമാണ്. അത് ഞാൻ നിങ്ങളെ എല്ലാം കൂടെ കണ്ട് നിങ്ങൾ ചിന്തിക്കരുത് അയാൾക്ക് കൊല്ലത്ത് വന്നപ്പോ ഇളക്കം കയറിയതാണ്. കടപ്പാക്കട വന്നപ്പോ അല്ലല്ല, എന്റെ ജീവിതം ഇതാ ജീവിതം. ഇത് മാത്രമാ വലുത്. വേറെ ഒന്നിനും ഞാൻ വില കൽപ്പിച്ചിട്ടില്ല. അത് കൊള്ളുകാനെന്നോ വേണ്ടെന്നല്ല, അതല്ല ഇതിന്റെ കീഴില. എൻ്റെ ഇളയ പങ്കട കല്യാണത്തിന് ഞങ്ങളുടെ ഉപ്പാപ്പനും എല്ലാം പറഞ്ഞു പ്രാർത്ഥന അധികം നേരം നടത്തരുതെന്ന്. ഒരു 6 മുതൽ ഒരു 7 വരെ അനിയനുണ്ട്, അവനും പറഞ്ഞു ഒരു 6 മുതൽ ഒരു 7 വരെ നടത്തി, പിന്നെ എല്ലാവർക്കും ഭക്ഷണം അല്ലേ, ആൾക്കാർ ഭക്ഷണം. ഞാൻ പറഞ്ഞു ഇന്ന് പ്രാർത്ഥന 9 മണി വരെ നടത്തും. ഇഷ്ടമുള്ളവൻ കൂടിയാ മതി, ഇഷ്ടമുള്ളവൻ കൂടിയാ മതി. അന്ന് രാത്രി കൃപയിൽ ശരണപ്പെട്ട് ഞാൻ ശുശ്രൂഷിച്ചു. ഉദ്ദേശിച്ചതിലും കൂടുതൽ ആള് വന്നു. ഞങ്ങൾ കുട്ടനാട്ടുകാരാ, കാവാലം. വീണ്ടും അരി വെച്ചു. 9:55 വരെ പ്രസംഗിച്ചു. ആരും പോയില്ല, ആള് വന്നതല്ലാതെ ആരും പോയില്ല. നീ ആദ്യം ഇതിന് വില കൊടുക്ക്. ഇത് കല്യാണത്തിന് അതിലേന്ന് പാഷ ഒത്തിരി നേരം എടുക്കരുത് പാഷേ, എന്നാ പാഷ പിന്നെ അല്ല, ചിലടത്ത് പാഷന്മാർക്ക് ഇഷ്ടമാ സോറ പറഞ്ഞിട്ടില്ല. പിന്നെ എന്നാ പിന്നെ എന്നാ ആ സിസ്റ്റർ ഏതാ, ആട്ട സിസ്റ്റർ സോറ പറയാ ഇഷ്ടമല്ലേ? സിസ്റ്റർ ഇങ്ങോട്ടൊന്ന് കോൾ ചെയ്തേര്, ബ്രദറിന്റെ നമ്പർ ഒന്ന് തന്നേര്, വാട്സപ്പിനകത്ത് വന്നിരുന്ന ഒരു പിക്ചർ എടുക്കാം. ആദ്യം നീ ഇതിന് വില കൊടുക്കുക. വീട്ടുകാർ പറയാം പക്ഷേ അധികം നേരം ഒന്നും. ഞങ്ങളുടെ ഫാമിലീസ് എല്ലാം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പുള്ളി പൂനായിന്ന്, അതിന് നമ്മൾ തന്നെ എടുക്കണം. അവള് പൂനായിന്നോ പിമ്പുറിന്നോ വരട്ടെ, നമ്മൾ തന്നെ എടുക്കണം. പുള്ളിക്ക് ഈ പ്രാർത്ഥനയൊന്നും. അപ്പൊ പിന്നെ നീ എന്തിനാ ഇത് രണ്ടും കൂടെ ഒന്നിച്ചൊപ്പിച്ചത്? നീ ചക്കും ചക്കാലയും കൂടിട്ട് കുഴയ്ക്കുന്ന എന്തിനാന്ന്? അതുകൊണ്ട് ഇന്നലെ ഇവിടെ സംസാരം ഉണ്ടായി, നിങ്ങൾ പെന്തിക്കോസുകാർ ഒത്തിരി നേരം എടുക്കും. അതിനെന്നെ അതറിഞ്ഞല്ലേ നീ പെന്തിക്കോസി വന്നേ? എടാ അതറിഞ്ഞല്ലേ നീ പെന്തിക്കോസി വന്നേ? നിന്നെ പ്രതി ഇത് മാറ്റാൻ പറ്റുമോ? നിന്റെ അപ്പന്റെ ഏട്ടനെ പറ്റി ഇത് മാറ്റാൻ പറ്റുമോ? ഇത് നിന്റെ അപ്പന്റെ ഏട്ടന്റെ പ്രമാണമല്ല, ദൈവത്തിന്റെ പ്രമാണമാ. നിനക്ക് വേണം ഇതിനകത്ത് നിന്നാ മതി. ചെല്ലു പറഞ്ഞു പക്ഷേ ആഭരണം വിടുന്നതിനെ പറ്റി ഒന്നും. പിന്നെ എന്നാ പറയണം? കപ്പൽ മേടിക്കുന്ന കാര്യം പറയണോ? ഡൂലോസ് കപ്പൽ മേടിക്കാൻ അതാണോ പറയണ്ടേ? നീ വേണേ ഇതിനകത്ത് ഇരുന്നാ മതി. ആ പിന്നെ ഞങ്ങളുടെ 1-2 ബാച്ചിലേഴ്സ് ഉണ്ട്, മീശയുടെ കാര്യം പിന്നെ എന്നാ പറയേണ്ടത്? പിന്നെ എന്നാ പറയേണ്ടത്? മീശയുടെ പറയാതെ പിന്നെ എന്നാ പറയേണ്ടത് പറയും. പിന്നെ ദശാംശത്തിന്റെ കാര്യം ഇവിടെ പിന്നെ എന്നാ കൊള്ളയടിക്കാൻ പോണെന്ന് പറയണോ? എടാ ഇതൊക്കെ പറയുന്ന സ്ഥലമായി ഇതെന്ന് അറിഞ്ഞോണ്ടല്ലേ നീ വന്നേ? പിന്നെ ഞങ്ങളുടെ അമ്മാമ്മയുടെ മൂത്ത ഞങ്ങളെ പുള്ളിക്ക് ഈ ശബ്ദവും ആരാധനയൊന്നും. അയാൾ വീട്ടിൽ ഇരിക്കാൻ പറ. അയാൾ തന്നെ തള്ളിക്കൊണ്ട് ഇതിനകത്ത് വന്നത്. എടാ നിനക്ക് ശബ്ദം ഇഷ്ടമല്ലെങ്കിൽ, മറുഭാഷ ഇഷ്ടമല്ലെങ്കിൽ നീ ഇത് വരയ്ക്കാതിരിക്കണം. ഇത് പെന്തിക്കോസാ, ഇത് പെന്തിക്കോസാന്ന്. ഞാനിപ്പോ ഇതിനകത്ത് നൃത്തം ചെയ്യും, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കും. ആർട്ടിഫിഷ്യൽ അല്ല, ആത്മാവിന്റെ ബലത്തിൽ. ഈ എലിയ പേടിച്ച് ഇല്ലത്തിന് തീ വെക്കരുത്. പക്ഷെ ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഒരു വലിയ ബിസിനസ്സുകാരനാ, കൊല്ലത്തെ ഒരു വലിയ
വൻ തോക്ക. അതിന് നമ്മൾ തന്നെ എടുക്കണം. എടാ, ഇതിലും വലിയ തോക്കാ മേളിയിരിക്കുന്നത്. ആ പുള്ളിക്ക് നമ്മുടെ എല്ലാ മെസ്സേജുകളൊന്നും പുള്ളിക്ക് പിടിക്കല്ലേ. പുള്ളി പോകാൻ പറ. നീ എന്തിനകത്ത് വന്നു? പണ്ട് നമ്മുടെ സാഹിത്യ കൂടാന പറഞ്ഞ പോലെ രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ എന്താ രക്ഷിക്കപ്പെടാത്തവർക്ക് ഒരു വിഷയത്തിൽ പുള്ളി പറഞ്ഞതാ. ഇത് പെന്തിക്കോസാ. ഇവിടെ എല്ലാ വസ്ത്രധാരണത്തെ പറ്റിയൊക്കെ അധികം സംസാരിക്കാതിരിക്കുന്നതാ. പിന്നെ എന്നാ ഇവിടെ പറയണ്ട? ഇവിടെ എന്നാ പിന്നെ പറയണ്ട? എന്നാ നിന്നെ പ്രതി, നിന്റെ കൊച്ചമ്മയെ പ്രതി, കൊച്ചപ്പനെ പ്രതി ഇതിനകത്ത് നിന്ന് മാറ്റാനോ? നീ മാറുകല്ലാതെ ഇതിനകത്തൊരു മായവും വെക്കുകയല്ല. നീ ശരിയാകാതെ ഇതിനകത്ത് നിന്നൊന്നും മാറ്റുകയല്ല. ആ, ഞാൻ പണ്ടൊരു സഭയിൽ ചെന്ന എന്നോട് പറഞ്ഞു, ഇവിടെ ആഭരണത്തെ പറ്റി ഒന്നും പറയരുത്, പിന്നെ പിള്ളേരിങ്ങനെ ബുൾഗാന്, പിന്നെ എന്തോ ഈ റാ പോലത്തെ ഇത്, പിന്നെ വേറെ എന്നതാണോ ഏതാണ്ട് എൻ്റെ ഒരു പേര് പറഞ്ഞു, ഞാൻ പേര് മറന്നു. അതൊന്നും ഇവിടെ പിന്നെ എടാ, അത് പറയാതെ പറയുന്ന ഉപദേശിമാര് കാണും. അവരെ വിളിച്ചോ. എന്നോട് ഈ ചരിത്രമൊന്നും നിനക്ക് വേണേ എന്നെ വിളിച്ചാൽ മതി. വേണേ ഞാൻ പറയാനുണ്ട്, നമ്മുടെ രീതിയും ശൈലിയും പ്രകൃതി ഇത് നല്ല താല്പര്യം ഉണ്ടല്ലേ എന്നെ അല്ല വന്നു കഴിഞ്ഞ ചേച്ചി അത് പറയരുത് ഇത് പറയരുത്, മിണ്ടിപ്പോകരുത്. നീ എന്നോട് ലിയോ പാസ്റ്റർ പറഞ്ഞത് പറയാവുന്നിടത്തോളം പറഞ്ഞോളാനാ. സ്തോത്രം. അല്ല, അവർക്കറിയാം. ഇത് കാശുള്ളവനെ കാണുമ്പോൾ മാറ്റുന്ന ഉപദേശമല്ല. ഇത് വമ്പൻ തോക്കനെ കാണുമ്പം അല്ല അല്ല. അമേരിക്ക ചെല്ലുമ്പോൾ മാറ്റുന്ന ഉപദേശം, കേരളത്തിലൊരു ഉപദേശം, ഗോവയെ വേറൊരു ഉപദേശം. കേരളത്തിൽ വന്നപ്പം വെള്ള ഡ്രസ്, ഗോവ ചെന്നപ്പം നിക്കറിട്ട പാസ്റ്റർ. അതാണ് ഉപദേശം. നിങ്ങൾക്ക് മനസ്സിലാകാടിയാന്നോ അതോ നിങ്ങളെല്ലാം കൂടെ ഒത്തോണ്ട് തന്നെ ആക്കുകയാന്നോ? ഇന്നൊരു 10-10:30 വരെ പോവും. പുള്ളി പറഞ്ഞല്ലേ വണ്ടിയെ കൊണ്ട് വിടാന്ന്. ഇവിടെ പറഞ്ഞില്ലേ? അവിടെ ഇരി. ഞാൻ ആദ്യം ഇരുന്നപ്പോൾ നിങ്ങളടുത്തോ പരുവക്കേടാ, പുള്ളി മെനക്കേടാ, ഇന്ന് വരേണ്ട കാര്യം. അവിടെ നിൽക്കുക. ഞാൻ സ്തോത്രം. ഇത് വ്യക്തികളെ നോക്കി മാറ്റുന്ന ഉപദേശമല്ല, ഒരിക്കലായി പരിമേൽപ്പിച്ച വിശുദ്ധോപദേശമാണ്. സ്തോത്രം. ഇത് ആളിന്റെ പൊസിഷനോ നിറമോ നിലവാരമോ പണം നോക്കി മാറ്റുന്നതല്ല. ഇത് സ്വർഗത്തിലെ തിരുപദേശമാണ്. നിനക്ക് വേണേ ഇതിനകത്തിരുന്നാ മതി. നിന്നെ പ്രതി ഇത് മാറ്റുകയല്ല. നിന്നെ പ്രതി മാറ്റിയാൽ ഇനി മരുന്നവനെ പ്രതി അല്ല ഇതിനകത്ത് നിന്ന്. ഒരുത്തന് 5 പക്ഷം, ഒരുത്തന് 5 പക്ഷം എല്ലാം മാറ്റണ്ടേ? ഞാനും നിങ്ങളും മാറുന്നതല്ലാതെ വാചനത്തിനൊരു മാറ്റവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ച കർത്താവ് എന്റെ ആത്മീയത്തിന് ഭംഗമുണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. ഞാൻ എപ്പോഴും എൻ്റെ പ്രാർത്ഥന അങ്ങനെ, ഈ ശുശ്രൂഷയാ മെയിൻ വിഷയം. അതിന്റെ കാരണമെങ്കിൽ പറയാം, കർത്താവ് എന്നെ വിശ്വസ്തന് നിന്നിയത് കൊണ്ടല്ലേ ശുശ്രൂഷയ്ക്കാക്കി. എന്നേക്കാൾ മിടുക്കന്മാരിലായിട്ടാണോ? ലക്ഷക്കണക്കിന് എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ള വമ്പന്മാര്. സർവേപ്പള്ളിക്ക് 28 ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നെന്ന്. ഇന്ത്യയിലുള്ള ആളായിരുന്നു. എസ് രാധാകൃഷ്ണൻ, സർവേപ്പള്ളി 28. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാനോടത്ത് നിങ്ങൾ ഞെട്ടുമായിരിക്കുമെന്ന്. 28 ഡോക്ടറേറ്റ് എന്നിട്ട് ഞെട്ടുന്നില്ലേ?
പക്ഷെ ഈ ശുശ്രൂഷ അങ്ങേരെ ഏൽപ്പിച്ചില്ല. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഇതുവരെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചില്ല. മിടുക്കൻ ഇതുവരെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചില്ല. അവരൊക്കെ കരുത്തുള്ളവരും മിടുക്കരുമല്ലേ? സ്തോത്രം, സ്തോത്രം. ഈ കേരളത്തിലെ, ഇന്ത്യയിലെ മിടുക്കന്മാരെ ആരെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചില്ല. നെഹ്റുവിന്റെ പിതാവ്, ഇഷ്ടംപോലെ സ്ഥലവും സ്വത്തും നമുക്ക് പറയാനൊക്കത്തില്ല. മോത്തിലാൽ നെഹ്റു ഈ ശുശ്രൂഷ ഏൽപ്പിച്ചില്ല. അംബാനിനെ ഒന്നും ഈ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടില്ല. കാശുള്ളവരും മിടുക്കന്മാരും ഉന്നതന്മാരും സൗന്ദര്യമുള്ളവരും പിള്ളേരുടെ ഭാഷ പറഞ്ഞ് നല്ല ഫിഗർ ഉള്ളവരും മിടുമിടുക്കന്മാരും വിദ്യാനുഗുണന്മാരും ഒക്കെ ഉണ്ടായിട്ട് അവരെ ശുശ്രൂഷ ഏൽപ്പിച്ചില്ല. കർത്താവ് എന്നെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചു. അവിടുന്ന് മനസ്സിലായി ഇത് വിശ്വസ്തയോടെ ചെയ്യുമെന്ന്. അപ്പോൾ മരണം വരെ വിശ്വസ്തയോടെ നിന്നോണം. അനേകർക്ക് ലഭിക്കാത്ത പദവിയാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, കോര വൈരിഞ്ഞ് തകർത്തൽ. ഓ തന്റെ കൈകളിൽ അവൻ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിയിടും ഞാൻ തന്റെ അനവധി വന്നാലും അനുകൂലമെനിക്കവൻ എന്നാലോ തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. അവൻ കൃപയും അവനാശ്രയം. ഹല്ലേലൂയ. കൃപയോന്ന് ആനന്ദമാ. അവൻ വൈരികൾ വന്നാലോ എത്തിരുയർന്ന ഓ കൃപമാതി എന്നാലോ. അവൻ വൈരികൾ വന്നാലോ എത്തിരുയർന്നാലോ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുക്ക്. ഒരിക്കൽ കൂടെ ഊന്നി പറയാൻ നിന്റെ ആത്മീയത്തിന് കോട്ടമുണ്ടാക്കുന്നൊന്നും വേണ്ടാന്ന് വെക്ക്. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ തന്നെ നീ രക്ഷപ്പെടും, രക്ഷപ്പെടും. ചില ചോദിക്കാണ്ട് പക്ഷേ എങ്ങനെ ഒന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞിരുന്നു. ആത്മീയത്തിന് പ്രഥമ സ്ഥാനം കൊടുക്ക്, ശുശ്രൂഷയ്ക്ക് പ്രഥമ സ്ഥാനം കൊടുക്ക്.
സ്തോത്രം. ശുശ്രൂഷയ്ക്കാ പ്രഥമ സ്ഥാനം. അതിന്റെ കീഴിലാ ബാക്കി മുഴുവൻ കാര്യവും. ഞാനിപ്പോ 2-3 ആവർത്തി പറഞ്ഞു. ഇവിടെ വന്നപ്പം സന്ദർഭം കൊണ്ടൊന്നുകൂടെ പറയാം. ചിലരെ തെറ്റിദ്ധരിക്കരുത്. മാസ്റ്റർ കാറേ നടക്കുന്നു, വലിയ 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 നാളെ വലിയ മാസ്റ്ററായി. വലിയ മാസ്റ്ററായില്ല, ഒന്നും ആയിട്ടില്ല. ഞങ്ങൾ ഈ അടുത്ത സമയത്ത് ഒരു യോഗം കഴിഞ്ഞപ്പം എന്തോ കാര്യം പറഞ്ഞപ്പോൾ ഈ ഷീനു പറഞ്ഞു, ആ ഭാഷക്ക് ഇന്നോവ ഉള്ളത് കൊണ്ടല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, നീ പോരുത്, നിന്നോട് എനിക്ക് കർത്താവ് പറഞ്ഞ പോലെ എനിക്ക് നിന്നോടൊരു കാര്യം. ഞാൻ പറഞ്ഞു, ഇനി സാക്ഷ്യം പറഞ്ഞു വിവരിക്കുന്നില്ല, നേരമില്ലാത്തതുകൊണ്ട്. ഞാൻ പെന്തിക്കോസ് വന്നപ്പം വീട്ടിൽ അല്പം പ്രതികൂലമൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഇന്നത്തെ പോലെ സൗകര്യമില്ലല്ലോ അന്ന്. മൊബൈലും ഒന്നുമില്ല, ലാൻഡ് ഫോൺ തന്നെ ചില വീടുകളിൽ ഉള്ളൂ, 10-28 വർഷമൊക്കെ മുമ്പേ. അപ്പം അന്ന് ശുശ്രൂഷകളൊക്കെ ചിലർ വിളിക്കും. അത് പ്രസംഗത്തിൻ്റെ മെച്ചം കൊണ്ടല്ലേ, പഴയ പാട്ടിൻ്റെ വരിയൊക്കെ വലിയ ട്യൂണില്ലേലും പാടുകയും ചെറിയ സാക്ഷ്യമൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വിളിക്കും. ഇപ്പോഴും അതൊക്കെ അല്ലാതെ പ്രസംഗത്തിൻ്റെ പാഠവും കൊണ്ടൊന്നും വിളിക്കുന്നല്ലെന്ന് എനിക്കും അറിയാം. എന്നേക്കാൾ നന്നായിട്ട് പ്രസംഗിക്കുന്ന 100 കണക്കിന് പ്രഗത്ഭന്മാർ കിടക്കുക. പിന്നെ ഞാൻ ഈ പറയുന്നതൊക്കെ അതൊന്നും വേണ്ട, ഒക്കെ എൻ്റെ കാലം കഴിഞ്ഞ് ഇപ്പോൾ ഒന്നും ഞാൻ പോവുകയില്ല, അങ്ങനെയും ചിന്തിക്കണ്ട. സ്തോത്രം. അപ്പം അന്ന് ദൈവം കാരണയാൽ അനേക ദൈവമക്കൾ വിളി. അപ്പോൾ ഈ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അവിടോട്ട് ബോട്ട് 10 മണി കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബോട്ടില്ല. 10 മണി കഴിഞ്ഞാൽ ബോട്ടില്ല, ബോട്ട് സർവീസാണ്. അപ്പം പിന്നെ കാവാലത്തോട്ട് പോകാനൊക്കെയല്ല. അപ്പം എല്ലാ വീട്ടിലും രാത്രിയിലൊന്നും ചെല്ലാനും ഇന്നാണ് നമുക്ക് വിളിച്ചേച്ച് ചെല്ല. അച്ചായ അല്ലേ അമ്മാമയല്ലേ സഹോദര ഞാൻ അങ്ങോട്ടൊന്ന് വരുന്നു, അത് ന്യായമാണ്. അന്ന് വിളിക്കാതെ രാത്രി വല്ലതും വീട്ടിൽ കയറി. അപ്പം ഞാൻ ഷീനോട് പറഞ്ഞു, അനേക രാത്രികളിൽ 1, 2, 10, 20 ഒന്നുമല്ല, അനേക രാത്രികളിൽ കിടക്കാൻ ഇടമൊന്നുമില്ല. ഞാൻ ഈ തിരുവല്ല ബസ് സ്റ്റാൻഡിലും ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിലും കോട്ടയം ബസ് സ്റ്റാൻഡിലും ഒക്കെ ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ടുണ്ട്. അന്ന് വണ്ടിയൊന്നുമില്ല. 1, 2, 10 ഒന്നും അല്ല കേട്ടോ. സ്തോത്രം. ആ സമയത്ത് കയറി ചെല്ലാനൊക്കത്തില്ല, വണ്ടിയില്ലാഞ്ഞ കാലത്ത്. വണ്ടിയെന്നല്ല, അന്നൊന്നുമില്ല. ചിലപ്പം ഈ സ്റ്റാൻഡിൽ തന്നെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടാ. അപ്പൊ ചിലപ്പോൾ കോട്ടയത്ത് നിന്ന് രാത്രി ചിലപ്പം ബസ്സിന് കയറും കൊട്ടാരക്കരയ്ക്ക്. അപ്പൊ അത്രയും ദൂരം ഓടി വരുമ്പോൾ സമയം കുറെ പോകും. കൊട്ടാരക്കരയിൽ നിന്ന് വീണ്ടും തിരിച്ചു കോട്ടയത്തിന്, അന്നേരം നേരം വെളുക്കും. അവൻ വണ്ടിക്കകത്തിരുന്ന് ഉറങ്ങുകയും ചെയ്യാം, വണ്ടിക്കൂലി പോകുന്നേ ഉള്ളു. അത് 1, 2, 10 പ്രാവശ്യമല്ല. പക്ഷെ അന്നും ആത്മീകത്തിനാ പ്രഥമ സ്ഥാനം. അതൊക്കെ നല്ല പ്രാഗൽഭ്യത്തോടാ പറഞ്ഞത്. ഇന്ന് വയനാട്ടിൽ നിന്ന് വരാൻ വൈകിപ്പോയത് കൊണ്ട്, അവിടുന്ന് യാത്രയൊക്കെ ചെയ്ത് ഇടയ്ക്ക് ചില കാര്യങ്ങളുള്ളത് കൊണ്ടാണ് വൈകിപ്പോയത്. അല്ലെ ഞാൻ കഴിവിൻ്റെ പരമാവധി യോഗം മുടക്കുകയല്ല. കഴിവിൻ്റെ പരമാവധി. പിന്നെ മുടക്കുന്ന ഒറ്റ കാരണത്തല്ല, മരണം ഉണ്ടെങ്കിൽ ഞാൻ മരണ വീട്ടിൽ പോകും. നമുക്ക് വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും മരിച്ചാൽ അവരുടെ ദുഃഖത്തിൽ പോയി 1 മിനിറ്റെങ്കിലും അവരുടെ കൂടെ ഒന്നും തോന്നുന്നില്ല. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ പരമാവധി യോഗം മുടക്കാതെ ആത്മീകത്തിനാ പ്രഥമ സ്ഥാനം. അത് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ അങ്ങനെ ആരാധനയും പ്രാർത്ഥനയും കൂട്ടായ്മയും ശുശ്രൂഷ കഴിഞ്ഞിട്ടേ ബാക്കി മുഴുവൻ കാര്യം. സ്തോത്രം. ചില ഉപദേശമാരെ തന്നെ ഞാൻ പരീക്ഷിക്കാറുണ്ട്. ഞാൻ ചോദിക്കും, നമുക്കൊരു ശുശ്രൂഷയ്ക്ക് ഇന്ന് ഭാര്യ വീട്ടിൽ നിന്ന് ചിലർ ഇങ്ങോട്ട് വരുന്നെന്ന്, അല്ലെ ഞങ്ങളുടെ ഇന്ന ബന്ധുക്കാര്, ഇല്ലേ ഞങ്ങൾക്ക് ഇന്നടത്തോട്ടൊന്ന്. അത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. ഒരു ശുശ്രൂഷയുണ്ടെങ്കിൽ അതാ ഏറ്റവും വലുത്. ശുശ്രൂഷയ്ക്കാ പ്രാധാന്യം. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളോട് അറിയിപ്പാനുള്ള സന്ദേശത്തിലെ കാതലായ വിഷയം, ആത്മീകത്തിന് ഭംഗമുണ്ടാക്കുന്ന ഒന്നും വേണ്ടെന്ന് തീരുമാനിക്കണം. അങ്ങനെ തീരുമാനമെടുത്ത് നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരും.
നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരും. സ്തോത്രം. നിങ്ങളുടെ സന്തതിയുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. അതിനൊരു പ്രവാചകനെടുക്കലും പോകണ്ട. കോട്ടയത്തോട്ടും പോകണ്ട, പുനലൂരോട്ടും പോകണ്ട, കൊട്ടാരക്കരയിലും പോകണ്ട, കൊല്ലങ്കോട്ടും പോകണ്ട. സ്തോത്രം. എങ്ങും പോകണ്ട. പേര് പറയുന്നതിനെടുക്കലും പോകണ്ട, അഡ്രസ്സ് പറയുന്നതിനെടുക്കലും പോകണ്ട, വണ്ടി നമ്പർ പറയുന്നതിനെടുക്കലും. അവിടെ ചെന്നിരുന്ന് തന്നെ KL4 42 32 എന്നാ ഉണർവുണ്ടാകാൻ. ചുമല സാരി കൊടുത്തരമ്മാമ, അതിനെന്നെ ചുമല ഉണ്ടായിരുന്നോണ്ട് ചുമല കൊടുത്തു, അതിനെന്നെ. ഈ കാടടച്ച് വെടിവെക്കുന്ന സമ്പ്രദായമാണ്. മാനസിക പ്രയാസമുള്ള ചിലരെ കാണുന്നു. മുഴുവൻ എണ്ണത്തിനും അതാ. ഇരിപ്പ് കാണുമ്പോൾ അറിയാമല്ലോ. ആർക്കാ മനസ്സിന് പ്രയാസമില്ലാത്ത? അത് കൈപൊക്കിക്കേ. ചില വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരെ കാണുന്നു. മുഴുവനും ഭാരപ്പെട്ടിരിക്കുക ഒരു വിഷയത്തിലാണോ? അപ്പൊ ഇതെല്ലാം ഭാരമുള്ളോ? അപ്പൊ അവന് മനസ്സിലായി ഇവന്റെ ചേമ്പ് ഈ കലത്തിനകത്ത്. സ്തോത്രം. നീ ഒരു പ്രവാചകനും തപ്പിപ്പോകണ്ട, ഒരു പ്രവാചകനെടുക്കലും പോകണ്ട. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്ക്, ഒറ്റ തീരുമാനമെടുക്ക്. എൻ്റെ കർത്താവ് ആത്മീകത്തിന് ഭംഗമുണ്ടാക്കുന്ന, ശുശ്രൂഷയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന, ആത്മീകത്തിന് കോട്ടമുണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. ഈ തീരുമാനം എടുക്കുമ്പോൾ തന്നെ അറിയാത്ത വഴി ദൈവം തുറക്കും. എനിക്ക് ഇതിനോട് ബന്ധപ്പെട്ട് പല അനുഭവങ്ങൾ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഈ ലൈവ് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഞാൻ അങ്ങ് ഒതുങ്ങുക. സ്തോത്രം. ലൈവ് ഉള്ളത് കൊണ്ട് ഞാനങ്ങ് പലതും അങ്ങ് വിടുങ്ങുക. നിങ്ങളോട് അറിയിപ്പാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം ഇതാ: ആവശ്യമില്ലാത്ത മോഹങ്ങൾ വേണ്ടാന്ന് വെക്കണം. ഇങ്ങനെയുള്ളതിനെ പിടിച്ചടക്കണം. ആത്മീയത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കണം. കർത്താവ് അല്ലേ പറഞ്ഞ, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ ഏതൊക്കെ മേളിൽ പറഞ്ഞത് ഉണ്മാനും ഉടുക്കാനും കുടിക്കാനുമുള്ളത് ദൈവം നിനക്ക് തരും. നീ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് ക്ലേശം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നീ മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ മാനിക്കുന്ന ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടുത്തെ നീതിയും ന്യായവും അന്വേഷിക്ക്. ഒരു യഹോവ ഒരു ദോഷവും തെറ്റാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പറിക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്നെ ആദരിക്കുന്ന ദൈവമുണ്ട്, അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. യേശു നിന്നെ വിടുവിക്കും, യേശു നിന്നെ രക്ഷിക്കും. നിന്റെ ശരിക്ക് ദൈവം പരിഹാരമുണ്ടാക്കും. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാന് പ്രസംഗത്തിന്റെ മുഖവര പറഞ്ഞതേ ഉള്ളൂ. ബാക്കി നമുക്ക് പിന്നീട് എന്തെങ്കിലും ചിന്തിക്കാം. സ്തോത്രം. സമയം നിങ്ങൾ ബുദ്ധിമുട്ടുന്നു, കാരണം നിങ്ങൾക്ക് ദൂരെ പോകേണ്ടവരാ. കർത്താവ് അനുവദിക്കുകയാണേ. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ദൈവത്തിന്റെ ഗീതമാണേ, നമുക്ക് പിന്നീട് കൂടെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിര്. നമ്മളെ ഒരു സമർപ്പണത്തോടെ ഒരു പാട്ട് പാടി ഇന്ന് രാത്രി അങ്ങ് പിരിയാം. ഒരു സമർപ്പണത്തിന്റെ ദൂതൂടാ. ആ ദൂതിന്റെ പ്രധാനപ്പെട്ടതാ: കർത്താവേ, ആത്മീയത്തിന് കോട്ടം ഉണ്ടാക്കുന്നൊന്നും വേണ്ട, ഞങ്ങളിൽ അവിടുന്ന് പ്രസാദിക്കണം. ഞങ്ങൾ ആരും പട്ടു പോകരുത്. ഈ ഒരു സമർപ്പണത്തോടെ വേണമെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് പിരിയാൻ. ആ പഴയ പാട്ടിന്റെ